സർവീശ്വര ജഗദ്ഭേദരഹിതാദ്വൈത തേജസേ സിദ്ധിവിദ്യാധര ശിവശരവേ ഗുരവേ നമ. ഓം നമോ നമ സമ്പ്രദായ പരമഗുരവേ. സ്നേഹമുള്ളവരെ, വേണ്ട ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം കാളി നാടകത്തിന്റെ രണ്ട് പാഠഭാഗങ്ങളിലായിട്ട് കുറെ ഭാഗം കടന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് അടുത്ത ഭാഗം നിങ്ങൾ ആരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നോട്ട് ചെയ്ത് വെക്കണമായിരുന്നു എവിടെയാ നിർത്തിയെന്നുള്ളത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നിങ്ങൾക്കൂടെ ഫോളോ ചെയ്യുന്നതിന് എളുപ്പമായിരിക്കും. നിങ്ങളത് നമ്മുടെ മൂലകൃതിയിൽ കാളി നാടകത്തിൽ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം 6ാമത്തെ ഭാഗം എന്നുള്ള നിലയിലാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. 6ാമത്തെ ഭാഗം. തെളിഞ്ഞങ്ങനെ പൂർണ്ണചന്ദ്രനുമല്ലൽ കളങ്കം കൊടുക്കുന്ന ത്രിദ്വന്ദ്വ ശോഭാങ്കുരം വക്ത്രബിംബം കരാളോന്നത ശ്രീകരം ഘോരദം സ്ട്രാദ്വയം ഭീഷണീയം കരേ കങ്കണം കിങ്കിണീ സങ്കുലം കിങ്കരീഭൂത വേതാളകൂളീ പ്രവാഹം പരന്നട്ടഹാസങ്ങളിട്ടിട്ടു കുന്തം കുടഞ്ഞുള്ള ശംഖം കൃപാണങ്കപാലം ഭടന്മാരെതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം. ഈ ഭാഗമാണ് നമ്മൾ ഇനിയിപ്പോ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെന്തായാലും ആ ഭാഗം കണ്ടെത്തുക. തെളിഞ്ഞങ്ങനെ പൂർണ്ണചന്ദ്രനു മല്ലൽ കളങ്കം കൊടുക്കുന്ന ത്രിദ്വന്ദ്വ ശോഭാങ്കുരം. നമ്മൾ അതിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങള്. തെളിഞ്ഞങ്ങനെ പൂർണ്ണചന്ദ്രനും അല്ലൽ കളങ്കം കൊടുക്കുന്ന എതിർദ്വന്ദ്വ ശോഭാങ്കുരം വക്ത്രബിംബം കരാളോന്നത ശ്രീകരം ഘോരദം സ്ട്രാദ്വയം ഭീഷണീയം കരേ കങ്കണം കിങ്കിണീ സങ്കുലം കിങ്കിരി ഭൂതവേതാള കൂളീ പ്രവാഹം പറന്നട്ടഹാസങ്ങളിട്ടിട്ട് കുന്തം കുടഞ്ഞുള്ള ശംഖം കൃപാണം കപാലം ഭടന്മാരെതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം. അങ്ങനെ നമ്മൾ ഒന്ന് ഛേദിച്ച് വെച്ചുകൂടെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോഴേ നമുക്ക് കൂടുതൽ അർത്ഥങ്ങൾ തെളിഞ്ഞു കിട്ടും. അപ്പൊ നമ്മള് കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചത് എന്താണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത് ഭഗവതിയുടെ ശാന്തവും സൗന്ദര്യാത്മകവുമായ ഒരു രൂപത്തെ കുറിച്ചാണ് ഭഗവാൻ നമുക്കിവിടെ പറഞ്ഞു തന്നത്. കഴിഞ്ഞ ശ്ലോകത്തില് വളരെ മനോഹരിയായിരിക്കുന്ന, ശാന്തശീലയായിരിക്കുന്ന, അനുഗ്രഹദായിനിയായിരിക്കുന്ന ഭഗവതിയുടെ സ്വരൂപമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഭഗവാൻ പരിചയപ്പെടുത്തി തന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പം ഭഗവതിയുടെ സ്വരൂപം ആ ശാന്ത രൂപത്തിൽ നിന്നും രൗദ്രഭാവത്തിലേക്കൊന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഭഗവതിയുടെ സർവ്വരൂപങ്ങളിലേക്കും വൈകാരിക ഭാവങ്ങളിലേക്കും മാറി ഇങ്ങനെ അനുസ്യൂതം മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഒരേ നിമിഷം തന്നെ ശാന്ത ഗംഭീരയായ ഭഗവതി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ തീർത്തും രൗദ്രയായി മാറുകയാണ്. ഒരു നിമിഷാർത്ഥം കൊണ്ട് തന്നെ രൗദ്രഭാവത്തിലേക്ക് പരിണമിക്കുന്ന ഒരു സന്ദർഭം കൂടെ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പം ഭഗവതിയുടെ യഥാർത്ഥ തനതായ ആ സ്വരൂപം എന്താണ്? ആ സ്വരൂപത്തിൽ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ദേവിയുടെ സ്വരൂപം. ഇവിടെ എങ്ങനെയാണ് ദേവി സ്വരൂപം നമ്മുടെ മുമ്പിൽ വിശദീകരിച്ച് കാണിക്കുന്നത് എന്ന് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു യോഗി അനവധി ദേവതകളെ ഉപാസിച്ചുകൊണ്ടാണ് തന്റെ യോഗ സാധനയിലൂടെ കടന്നു പോവുക. ഈ സാധനയിലൂടെ സിദ്ധനായി മാറണമെന്നുണ്ടെങ്കിൽ സാധനയുടെ തീവ്രതയിൽ, അതിന്റെ അനുഷ്ഠാനത്തിൽ പൂർണ്ണത കൈവരിക്കുമ്പോഴാണ് സാധകൻ സിദ്ധനായി മാറുക. ഈ സിദ്ധനായി മാറുക, ആ യാത്രയിൽ, സിദ്ധനാകുന്നതിന് വേണ്ടിയുള്ള ആത്മീയ യാത്രയിൽ അനവധി ഈശ്വര സ്വരൂപികളും ഗുരുക്കന്മാരും ഈ സാധകന്മാർക്ക് അനുഗ്രഹം ചൊരിയും. അവരുടെ അനുഗ്രഹം ലഭിക്കുന്നതിലൂടെയാണ് ഗുരുക്കന്മാരായി മാറുക. ശ്രീനാരായണ ഗുരു പരമഹംസദേവനും ഇപ്രകാരം അനവധി സാധന അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു യോഗിയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? അനവധി ദേവതകളെ ഓരോ അവസരങ്ങളിലും അവർ ഉപാസനാമൂർത്തികളായി സ്വീകരിക്കും. അതിന്റെ ഒരു ആമുഖമാണ് ഞാൻ ഇപ്പോഴ് ഔപചാരികമല്ലാത്ത രീതിയിൽ നിങ്ങളോട് പറഞ്ഞത്. ശ്രീനാരായണ ഗുരുദേവൻ
ഒരു യോഗിയായി പരിണമിക്കുമ്പോൾ രാജയോഗത്തിന്റെ അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഞാനത് നിങ്ങളെ വേദാന്ത പദ പരിചയങ്ങളിലൂടെ ഒക്കെ കടത്തി വിട്ടപ്പോൾ ഞാൻ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് യമം നിയമാദികളിലൂടെ കടന്നുപോയി യമം, നിയമം, ആസനം, പ്രാണായാമം ഇങ്ങനെയുള്ള ധ്യാനം, പിന്നെ സമാധി ഇങ്ങനെയുള്ള ആ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടാണ് ഒരു സന്യാസി സിദ്ധനായി മാറുക, അല്ലെങ്കിൽ ബോധോദയം നേടുക. ഈ ബോധോദയ വേളകളിലേക്ക് കടന്നു പോകുമ്പോൾ തൻ്റെ ഷഡാധാരങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ഉറങ്ങിക്കിടക്കുന്ന, മൗനമായി ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി ഉണർത്തി തൻ്റെ ആധാരചക്രങ്ങളിലൂടെ അതിനെ ഉയർത്തി സഹസ്രാരത്തിൽ എത്തിയതിനു ശേഷമാണ് ബോധോദയം നേടുക എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷഡാധാരങ്ങളിൽ ഓരോ ആധാരങ്ങളിലും അധിവസിക്കുന്ന ദേവതകളെ ഉപാസിച്ചുകൊണ്ടാണ് സാധകൻ തൻ്റെ സാധനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സാധനാ ജീവിതത്തിൽ പോകുമ്പോൾ ആദ്യമായിട്ട് ഏതാണ് നമ്മുടെ ചക്രം എന്ന് ചോദിച്ചാൽ മൂലാധാരമാണ്. മൂലാധാരം എന്ന് പറയുമ്പോൾ നമ്മുടെ നട്ടലിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ചക്രമാണ് ഷഡാധാരങ്ങൾ, മൂലാധാരം എന്ന് പറയുന്നത്. ആ മൂലാധാരത്തിൽ വസിക്കുന്ന ദേവതയാണ് ആര്? കാളി. ആ കാളിയുടെ ഉപാസനയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സാധകനിൽ ഉണ്ടാകുന്ന ആന്തരികമായ ബോധപരിണാമങ്ങളും ആന്തരികമായ സൂക്ഷ്മ പരിണാമങ്ങളും ഒക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഒരു സാധകൻ എങ്ങനെയാണ് സിദ്ധനായി യോഗിയായി ബോധോദയം നേടുന്നത് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. വലിയൊരു പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ലോകത്ത് ലഭിക്കാനുള്ള ഏത് ശാസ്ത്രവിദ്യകൾ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായ ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ രാജയോഗത്തിലൂടെയും രാജയോഗത്തിന്റെ പ്രയോഗത്തിലൂടെ ഒരു യോഗിക്ക് സിദ്ധനായി മാറാൻ കഴിയുകയുള്ളൂ. നല്ല പരിണതപ്രജ്ഞനായ ഒരു ഗുരുവിന്റെ മേൽനോട്ടവും ശിക്ഷണത്തിലൂടെയും ഒരു സാധകൻ വളർന്നു വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു യോഗിയായി ബോധോദയം നേടി ലോക സംരക്ഷണത്തിനായി ഇട്ടെത്തുക. അങ്ങനെ ഈ ലോക സംരക്ഷണത്തിനായി ഇട്ടെത്തിയിട്ടുള്ള ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ സാധനാ വേളയിൽ ഉണ്ടായ അനുഭൂതികളാണ് നമുക്ക് ഓരോ കൃതികളായി നമുക്ക് തിരികെ തന്നിരിക്കുന്ന ഭഗവാൻ. അപ്പൊ നമുക്കിത് മനസ്സിലാക്കിക്കൊണ്ടേ നമ്മൾ ഗുരുവിലേക്ക് പ്രവേശിക്കാവൂ. അപ്പോൾ മാത്രമേ ഗുരുവിൽ അടങ്ങിയിരിക്കുന്ന ആ ദിവ്യത, ആ തേജസ്, ആ നിഗൂഢമായിരിക്കുന്ന ആത്മീയ ഭാവം എന്താണെന്ന് നമുക്കറിയാൻ കഴിയുകയുള്ളൂ. കേവലമായ വാക്കുകളിലൂടെ മാത്രമല്ല പോകേണ്ടത്, ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളിലൂടെയും തത്വങ്ങളിലൂടെയും പിന്നെ ബ്രഹ്മവിദ്യാ രഹസ്യങ്ങളിലൂടെയും പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ മഹാഗുരുവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത് നമുക്കറിയാം. ഭഗവതിയുടെ രൂപം എന്താണെന്ന് ചോദിച്ചാൽ മഹാത്മാക്കൾക്ക് പോലും അവളുടെ മായാവൈഭവത്തെ കുറിച്ച് അറിയാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കടന്നു വന്നത്, അല്ലേ? എന്നിട്ട് പറയുകയാണ് ഭഗവതിയുടെ ആ ശരീരവർണ്ണനകളിലേക്ക് കടന്നു പോയപ്പോൾ എന്താ പറയുക, ആപാദചൂടം ഭഗവതിയിലേക്ക് കുടികൊള്ളുന്ന ആ സൗന്ദര്യം, ആ മനോഹാരിത, ആ തേജസ്, ഇതൊക്കെ ഇങ്ങനെ വർണ്ണിച്ചാണ് നമ്മളെ ഇങ്ങോട്ട് കൂടെ കൊണ്ടുപോവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മനോഹര രൂപിണിയായിരിക്കുന്ന, മോഹിനിയായിരിക്കുന്ന ഒരു കാളി സങ്കല്പത്തെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ്, പ്രത്യക്ഷപ്പെടുത്തി തരികയാണ്. ഭഗവതിയെ നമ്മളെ കാണിക്കുകയാണ്. എന്താണ് പറയുന്നത്? അനങ്കന്റെ പൂവിൽ നല്ലൽ പെടുത്തും കുനിച്ചില്ലു വല്ലി കൊടിത്തല്ലു തെല്ലിങ്ങനങ്കനും അംഗത്തിലേറ്റാലൊഴിച്ചൂടനങ്ങാതെ പോയങ്ങടങ്ങുന്നതേ നൽ പദത്താൽ ഭജിക്കുന്നവർക്കുള്ള രത്തൽ. ഇത്ര മനോഹരിയായിരിക്കുന്ന ഭഗവതിയെ നമ്മൾ ഭജിച്ചുകൊണ്ട് പോയാൽ ഉണ്ടാക്കുന്ന ഗുണം എന്താണ്? അതും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ സന്താപങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എല്ലാം ഇല്ലാതെയാക്കി തരാൻ കഴിവുള്ള, വൈഭവമുള്ള ഒരു ഭഗവതിയാണിത്. അത്തൽ പദത്തെ കൊടുപ്പാനതേ ചില്ലിരണ്ടും വശത്താക്കി വെച്ചപ്പോഴും മിന്നുന്നതും. അങ്ങനെ അവളുടെ ആ പുരികക്കൊടികളുടെയൊക്കെ ലാസ്യ നടനങ്ങളും നൃത്തങ്ങളും കണ്ണിന്റെ ചലനങ്ങളും അവളുടെ തൃക്കാൽ പിന്നെ കവളിണകളും കർണകുണ്ടലങ്ങളും അതിൽ നിന്ന് പ്രകാശിക്കുന്ന, അതിൽ നിന്നുണ്ടാകുന്ന പ്രതിഫലനം കൊണ്ട് കവളിണകളൊക്കെ ഭംഗിയായി പ്രകാശിക്കുന്നതും ഒക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ പറഞ്ഞു തന്നു കഴിഞ്ഞ ശ്ലോകത്തില്. വളരെ വിശദമായ, വളരെ വ്യക്തമായ, വളരെ വിശാലമായ ഒരു കാഴ്ച. എങ്ങനെയാണ് ഒരു ദേവതാ സങ്കല്പത്തെ ഇത്ര സൂക്ഷ്മമായും പൂർണ്ണമായും വിവരിച്ചു തരിക, വ്യക്തമാക്കി തരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ കൃതികളിൽ മാത്രമാണ് നമുക്കൊരു ദേവതയെ ഇപ്രകാരം വ്യക്തമായി, വിശദമായി, സൂക്ഷ്മമായി അതിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും ഒക്കെ കടന്നു നിന്നുകൊണ്ട് ഭഗവത് സ്വരൂപത്തെ വിശദീകരിച്ചു തരാന് ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ വാഗ്ദേവതകൾക്ക് മാത്രമേ
കഴിയാറുള്ളൂ എന്നതുകൂടി നമ്മൾ മറന്നു പോകാൻ പാടില്ല. അങ്ങനെ ആ ദേവിയുടെ സങ്കേതം, ദേവിയുടെ അങ്കണം, ദേവി വിരാജിക്കുന്ന ആ സ്ഥലത്ത്, ആ ദിവ്യദേശത്ത് എന്തൊക്കെയാണ് ഉള്ളത്? അവിടെ കടലായിട്ടാണ് കാണിക്കുക. അവിടെ ഒരു ആനന്ദ സാഗരത്തിന്റെ കടൽ തീരമാണോ ഈ ഭഗവതി നിൽക്കുന്നത്? ആ സാഗരത്തിന്റെ തീരത്താണോ ഭഗവതി നിൽക്കുന്നതെന്ന് നമുക്ക് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ. അവിടെ സ്തോത്രങ്ങളും സംഗീത നൃത്തങ്ങളും തൃച്ചവിക്കൊണ്ട് നിൽക്കുന്ന കണ്ണിണ പങ്കജപ്പൂവിൽ ഭഗവതിയുടെ ചുറ്റും ഇതെല്ലാം ഇങ്ങനെ നടക്കുകയാണ്. ഭഗവതി ഈ ലോകത്തിലെ സംരക്ഷണത്തിനായിട്ട് അവിടെ കുടികൊള്ളുമ്പോൾ ഭഗവതിയുടെ ചുറ്റും ഇങ്ങനെ ഭക്തന്മാർ വന്ന്, ദേവഗണങ്ങൾ വന്ന് സ്തോത്രങ്ങളും സംഗീതങ്ങളും നൃത്തങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മളവിടെ കണ്ടു. അങ്ങനെ കടന്നു വരുമ്പോഴാണ് നമ്മൾ ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ്. ഭഗവതിയുടെ അല്പം കൂടെ രൗദ്രമായ ഒരു ഭാവത്തിലേക്ക് ഭഗവതി ഇതാ മാറി പരിണമിക്കുന്നു. അത് നമുക്കൊന്ന് കാണാം. തെളിഞ്ഞങ്ങനെ പൂർണ്ണചന്ദ്രനുമല്ലൽ കളങ്കം കൊടുക്കുന്ന ദ്വന്ദ്വ ശോഭാങ്കുരം. ഇവിടെ ഭഗവതിയുടെ തിരുമുഖ വർണ്ണന മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഭഗവതിയുടെ സൗന്ദര്യവുമായി മത്സരിക്കാൻ വന്നെത്തുന്നവരൊക്കെ ആ സൗന്ദര്യ മത്സരത്തിൽ തോറ്റു തിരിഞ്ഞോടി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മളത് കണ്ടു. ഇവിടെ പറയുകയാണ്, ആ പൗർണമി രാവിലെ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന ആ പൂർണ്ണചന്ദ്രന്റെ ശോഭയും ഭഗവതിയുടെ തിരുമുഖത്തിന്റെ ശോഭയും തമ്മിലൊരു മത്സരം, സൗന്ദര്യ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനും അല്ലൽ കളങ്കം കൊടുക്കുന്നു. നമുക്കറിയാം, പൂർണ്ണചന്ദ്രന്റെ ആ കാഴ്ച നമ്മൾ കാണുമ്പോഴേ ചന്ദ്രനിൽ എന്തോ ചില കളങ്കങ്ങൾ, ചില നിഴലുകൾ നമുക്ക് കാണാം. ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ നോക്കുമ്പോൾ അതെന്താണ്? ചന്ദ്രന്റെ ദുഃഖമാണ്. പൂർണ്ണചന്ദ്രൻ ദുഃഖിക്കുകയാണ്. ഞാൻ ഇത്രമാത്രം സൗന്ദര്യം പടർത്തുന്ന, ഇത്രമാത്രം പ്രകാശം പടർത്തുന്ന, ഇത്രമാത്രം പ്രകാശം പൊഴിച്ചുകൊണ്ട് ഭൂമിയെ ആകെ അനുഗ്രഹിച്ചു നിൽക്കുന്ന എനിക്ക് പോലും ഭഗവതിയുടെ തിരുമുഖത്തിന്റെ സൗന്ദര്യത്തിൽ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ മുഖത്തും ഒരു കരിനിഴൽ വീഴുന്നു. ദുഃഖത്തിന്റെ, പരാജയത്തിന്റെ ഒരു കരിനിഴൽ. കാരണം എന്താണ്? ഭഗവതിയുടെ തിരുമുഖത്തിനാണ് എൻ്റെ ഈ പൂർണ്ണ ശോഭയേക്കാൾ കൂടുതൽ സൗന്ദര്യം എന്ന് പൂർണ്ണചന്ദ്രനും മനസ്സിലാക്കുന്നു. അങ്ങനെ പൂർണ്ണചന്ദ്രനും തൻ്റെ മുഖത്ത് ഒരു കരിനിഴൽ വീഴുന്നു. അതാണ് ആ കരിനിഴൽ എന്നിവിടെ ഭഗവാൻ പറയുകയാണ്. ഇത് ഒരു കാവ്യത്തിന്റെ, അലങ്കാരത്തിന്റെ, ഉൽപ്രേക്ഷയുടെയും ഉപമയുടെയും ഒക്കെ ആ ഒരു തലത്തിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ ഒരു കവിയുടെ പൂർണ്ണമായ വിജയം, ഒരു കവിയുടെ പൂർണ്ണമായ വിജയമാണ്, ഭാവനയുടെ വിജയം. ഇത് ഭാവനയല്ല, ഇത് കൃത്യമായും തൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്ന ദേവിയുടെ വർണ്ണനയാണ്. ആ വർണ്ണനയിലോ ഭഗവതിയെ എപ്രകാരമാണോ തനിക്ക് കാണാൻ കഴിയുന്നത് അപ്രകാരം തന്നെ വർണ്ണിച്ചു തരാൻ, ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് തരുന്നത് പോലെ, ഒരു ഛായാചിത്രം വരച്ച് തരുന്നത് പോലെ വാക്കുകൾ കൊണ്ട് ചിത്രം വരച്ച് നമ്മുടെ മുമ്പിലേക്ക് ഭഗവതിയുടെ തിരുസ്വരൂപത്തെ, വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു തരികയാണ് ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ. പറയുകയാണ്, തെളിഞ്ഞു നിൽക്കുന്ന പൂർണ്ണചന്ദ്രന്റെ മുഖത്ത് പോലും ഇതാ കരിനീഴൽ വീണിരിക്കുന്നു. കാരണം എന്താണെന്നറിയില്ലേ? ഭഗവതിയുടെ തിരുമുഖത്തിലെ സൗന്ദര്യം കാണുമ്പോൾ പൂർണ്ണചന്ദ്രൻ പോലും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഭഗവതിയുടെ പിന്നിലായി പോകുന്നു എന്നുള്ള ദുഃഖം. അല്ലൽ കളങ്കം, അങ്ങനെ ഒരു അല്ലൽ കളങ്കം വരികയാണ്. എതിർദ്വന്ദ്വ ശോഭാങ്കുരം, ആ പ്രതിബിംബിക്കുന്ന പ്രകാശത്തിലെ ചന്ദ്രന് പോലും അല്ലൽ തോന്നുകയാണ്. വക്ത്രബിംബം, ആ മുഖത്തിന്റെ ബിംബം. കരാളോന്നത ശ്രീകരം, ഭഗവതിയുടെ തിരുമുഖത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ശ്രീകരമാണത്, ഐശ്വര്യത്തെ തരുന്നതാണ്. എല്ലാ ഐശ്വര്യത്തെയും അനുഗ്രഹത്തെയും പ്രദാനം ചെയ്യാൻ കഴിവുള്ള, സൗന്ദര്യമുള്ള ഭഗവതിയുടെ തിരുരൂപമാണ് തരുന്നതെന്നുണ്ടെങ്കിലും കരാളമാണതെന്ന് നീ മറക്കരുത്. അത് വളരെ അതീവ ഭയങ്കരത്വമുള്ളതാണ്. ആ സൗന്ദര്യത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഭയാനകത നീ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ഭഗവതി ക്ഷിപ്രപ്രസാദിയാണെങ്കിൽ ആണെന്ന് നീ അറിയുമ്പോൾ പോലും ഭഗവതി ക്ഷിപ്രകോപിയാണെന്ന് കൂടി നീ അറിയണം. കാരണം എന്താണ്? ഈ സൗന്ദര്യത്തിന്റെ പിന്നിൽ ആ വിരാട് രൂപം നീ ഭഗവതി പ്രകടിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് രൂപത്തിലേക്കും ഏത് ഭാവത്തിലേക്കുമാണ് ഭഗവതി മാറുക എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയുകയില്ല. ഇതാ ഇവിടെ ഭഗവതിയുടെ ആ രൗദ്ര രൂപം കൂടി നമ്മളെ കാണിക്കുകയാണ് ഭഗവാൻ. നോക്കുക, കളങ്കം കൊടുക്കുന്ന എതിർദ്വന്ദ്വ ശോഭാങ്കരം. വക്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം എന്നാണ് അർത്ഥം. വക്ത്രം എന്ന് പറഞ്ഞാൽ മുഖം. അല്ലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം.
ദ്വന്ദ്ശോഭ, രണ്ട് വിധത്തിലുള്ള ദ്വന്ദ്ശോഭ എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലുള്ള പ്രകാശം. അത് നേരിട്ടുള്ള പ്രകാശവും അത് പ്രതിഫലിച്ചുകൊണ്ടുണ്ടാകുന്ന പ്രകാശവും. പ്രകാശം ഒരു പ്രതലത്തിലേക്ക് തട്ടിക്കഴിയുമ്പോൾ അവിടുന്ന് പ്രതിഫലിച്ചുണ്ടാകുന്ന ഒരു പ്രകാശം നമുക്കറിയാമല്ലോ. എന്താണ്? സൂര്യനിൽ നിന്നും പ്രകാശം സ്വീകരിച്ചുകൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുക. ചന്ദ്രന്റെ പ്രകാശം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് ചന്ദ്രനിൽ പതിക്കുന്ന പ്രകാശത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് വെളിച്ചമായി നമുക്ക് തരിക. അതുകൊണ്ടാണ് ചന്ദ്രന്റെ പ്രകാശത്തിന് തണുപ്പുള്ളത്. കാരണം അത് നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രകാശമല്ല, സൂര്യനിൽ നിന്ന് പ്രകാശം ചന്ദ്രനിലേക്ക് പതിക്കുകയും അത് എതിർദ്വന്ദ് ശോഭാങ്കരമായി ഭൂമിയിലേക്ക് പ്രവഹിക്കുകയുമാണ്. അതാണ് ചന്ദ്ര പൗർണമി ദിനത്തിൽ നമുക്ക് ഇവിടെ ലഭിക്കുന്ന ആ പ്രഭ അല്ലെങ്കിൽ ആ വെളിച്ചം. അപ്പൊ പറയുകയാണ്, തെളിഞ്ഞങ്ങനെ പൂർണ്ണ ചന്ദ്രനുമല്ലൽ കളങ്കം കൊടുക്കുന്ന എതിർദ്വന്ദ് ശോഭാങ്കുരം വക്രബിംബം കരാളോന്നത ശ്രീകരൻ. കരാളമാണ് അവളുടെ മുഖം കമലങ്ങൾ. അവള് ഒരു നിമിഷാർദ്ധം കൊണ്ട് ഈ ശ്രീകരമായിരിക്കുന്ന മുഖം വേണമെങ്കിൽ കരാളമാക്കി മാറ്റാനും ഭഗവതിക്ക് കഴിയും. ഘോരദംഷ്ട്രാദ്വയം, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഘോരദംഷ്ട്രകളുണ്ട്, പല്ലുകളുണ്ട്. ഘോരമായ, ഭയാനകമായ, ഭീതിതമായ, ഘോരമായിരിക്കുന്ന, നാം കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെട്ടു പോകും. അത്രമാത്രം ഭയാനകമായ ആ രണ്ട് ദംഷ്ട്രാദ്വയം. ദംഷ്ട്ര എന്ന് പറയുന്നത് തൻ്റെ കടവായിലൂടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ പല്ലുകളെയാണ് ദംഷ്ട്രകൾ എന്ന് പറയുക. ദ്വയം, രണ്ടെണ്ണമുണ്ട്. അത് ഇടതുവശത്തും വലതുവശത്തുമുണ്ട്. ഭയാനകമാണ് കാഴ്ച. അവൾ തൻ്റെ ആ വിശ്വരൂപം പ്രകടിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവളുടെ ഇരു കവിളുകളിൽ നിന്നും പുറത്തേക്ക് തള്ളി വരുന്ന ആ ദംഷ്ട്രകൾക്ക് നമുക്ക് കാണാൻ കഴിയും. ശ്രീകരം മാത്രമല്ല ഭഗവതിയുടെ രൂപം. ഘോരദംഷ്ട്രാദ്രയം ഭീഷണീയം, അത് ഭയം ജനിപ്പിക്കുന്നതാണ്. ഭീഷണീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയം ജനിപ്പിക്കുന്നതാണ് കാഴ്ച. ഭീഷണീയം. കരേ കങ്കണം, മുഖത്ത് നോക്കിയാൽ ആണെങ്കിലോ ഭഗവതിയുടെ തൃക്കൈകളിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. അവിടെ കങ്കണമുണ്ട്, വളകളുണ്ട്. കങ്കണം എന്ന് പറഞ്ഞാൽ വളകൾ. അവളുടെ കരതാരില് അലങ്കരിച്ചിരിക്കുന്ന വളകളുണ്ട്. കരേ കങ്കണം കിങ്ങിണി സങ്കുലം. മാത്രമാണോ? കിങ്ങിണിയുണ്ട്. ഈ വളകള് കിങ്ങിണികളാൽ വളകൾ കിലുങ്ങുന്ന വളകളാണ്. ചെങ്കിലുകൾ പോലെ കിലുങ്ങും. അവൾ തൻ്റെ കൈ ഒന്ന് ചലിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉതിരുന്ന ശബ്ദം ഈ വളകളും ഈ കിങ്ങിണികളുമാണ്. കിങ്ങിണികളോട് കൂടിയ വളകളാണ് അവൾ കൈകളിൽ ധരിച്ചിരിക്കുന്നത്. കിങ്കരി ഭൂത വേതാള കൂളി പ്രവാഹം. ഭഗവതി അവിടെ ഒറ്റയ്ക്കാണോ? നിങ്ങൾ നോക്കുക, അവിടെ ആദ്യം നമ്മള് ബ്രഹ്മദേവനും മഹാദേവനും മറ്റുള്ളവരൊക്കെ അവിടെ നിൽക്കുന്നതായിട്ട് നമ്മൾ ആദ്യം കണ്ടെങ്കിൽ അവർ മാത്രമല്ല ഭഗവതിയുടെ സങ്കേതത്തിൽ, ഭഗവതിയുടെ ദിവ്യമായിരിക്കുന്ന വാസസ്ഥലത്തുള്ളത്. അവിടെ കിങ്കരന്മാരുണ്ട്. ഭഗവതിയുടെ സംരക്ഷകർ, അംഗസംരക്ഷകർ, കിങ്കരന്മാർ, ആയുധധാരികളായ അനവധി കിങ്കരന്മാർ അവിടെയുണ്ട്. ഭൂതങ്ങളുണ്ട്, ഭൂതഗണങ്ങളുണ്ട്, വേതാളങ്ങളുണ്ട്. അവിടെ സംഭാഷണ ചാതുര്യം കൊണ്ട് ബഹളമുണ്ടാക്കുന്ന വേതാളങ്ങൾ അവിടെയുണ്ട്. വേതാള കൂളി, കാളിയും കൂളിയും അവിടെയുണ്ട്. കാളി മാത്രമല്ല, കൂളിയും അവിടെ ഉണ്ട്. ഇവരുടെ ഒരു പ്രവാഹമാണ്. അവരൊറ്റയ്ക്കാണോ എന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്കല്ല. എണ്ണമറ്റ കിങ്കരന്മാരും വേതാളങ്ങളും കാളിയും കൂളിയും വേതാളങ്ങളും അടങ്ങുന്ന വലിയ ഒരു പ്രവാഹം ഭഗവതിക്ക് ചുറ്റുമായി എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൾ ഒറ്റയ്ക്കല്ല അവിടെ നിൽക്കുക. അവിടെ ദിവ്യമായിരിക്കുന്നു സങ്കേതത്തില് അവൾ ഒറ്റയ്ക്കല്ല, അവളോടൊപ്പം അനവധി കിങ്കരന്മാരുണ്ട്. അവരവിടെ നിൽക്കുന്നത് എന്താണ്? അവർ നിൽക്കുക എന്ന് പറയുമ്പോൾ അവർ വെറുതെ അവിടെ നിൽക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ ദേവലോകം, ദേവിയുടെ ലോകം എപ്പോഴും ശബ്ദായമാനമായിരിക്കും. അവർ ഇങ്ങനെ പറന്ന് അട്ടഹസിക്കുകയാണ്. ഭഗവതിയുടെ അചഞ്ചലയായി തൻ്റെ ആ ഘോരമായ രൂപം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കിങ്കരന്മാരും കാളിയും കൂളിയും വേതാളങ്ങളും ഒക്കെ പറന്ന് അട്ടഹസിക്കുകയാണ്. അട്ടഹസിക്കുമ്പോഴോ അവരുടെ കൈകളിൽ ഇരിക്കുന്ന കുന്തങ്ങളും കൃപാലങ്ങളും, കൃപാണങ്ങളും, കൃപാണം എന്ന് വെച്ചാൽ കത്തി, കപാലം,
കപാലം എന്ന് പറഞ്ഞാൽ തലയോട്ടി. അപ്പൊ ഇതൊക്കെ കയ്യിൽ വഹിച്ചുകൊണ്ടാണ്. അവരുടെ ആയുധങ്ങളുണ്ട്. ഓരോരുത്തരുടെയും കൈകളിൽ അവർക്ക് അർഹതമായ ആയുധങ്ങളും അവരുടെ ആവശ്യമുള്ള അതെന്തും അവരുടെ കരങ്ങളിൽ അവർ പിടിച്ചുകൊണ്ടാണ് ഈ അട്ടഹസിക്കുന്നത്. അവിടെ നിന്ന് ദേവിയെ പ്രകീർത്തിക്കുന്നു, ശത്രുക്കളെ വിരട്ടി ഓടിക്കുന്നു, മിത്രങ്ങളെ അവര് സന്നിധിയിലേക്ക് സ്വീകരിക്കുന്നു. അങ്ങനെ ഈ ദേവിയുടെ ദേവലോകം ആകെ ശബ്ദായമാനമായിരിക്കുകയാണ്. അവർ അട്ടഹസിക്കുകയാണ്, ആർത്തുല്ലസിക്കുകയാണ്, അവർ ഘോരമായി ഗർജിക്കുകയാണ്. അവിടെ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ കൊണ്ട് ആർക്കും തന്നെ ഭയം ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഭഗവതി ഇപ്പോൾ നിലകൊള്ളുന്നത്. കിങ്കരി ഭൂതവേതാളകൂളി പ്രവാഹം പറന്നട്ടഹാസങ്ങളിട്ടിട്ട് കുന്തം കുടഞ്ഞുള്ള ശംഖം കൃപാണങ്കപാലം. അവിടെ ശംഖുണ്ട്, കൃപാണമുണ്ട്, കപാലമുണ്ട്, ഇതൊക്കെ കൂടെ കുന്തമുണ്ട്. അങ്ങനെ സർവായുധ വിഭൂഷണനായിട്ട് നിൽക്കുകയാണ്. ഈ കാളിയും കുളിയും വേതാളങ്ങളും ഒക്കെ സർവായുധങ്ങളുമായിട്ടാണ് നിൽക്കുക. ഈ സർവായുധങ്ങളുമായിട്ട് നിൽക്കുന്ന കുറെ പേരെ നാം ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇനിയും കാണാൻ പോകുന്നത് അതിനേക്കാൾ വിചിത്രമായൊരു ലോകത്തേക്ക് നമ്മൾ ഈ നാടകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അനുനിമിഷം ഈ നാടകത്തിന്റെ രംഗങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ നാടകം എത്രമാത്രം വൈവിധ്യമാർന്നതാണ്, അത്ഭുതകരമാണ്, ഭയാനകമാണ്, ആനന്ദകരമാണ് എന്നൊക്കെ നമുക്ക് ഈ ഓരോ ഭാഗങ്ങളും കടന്നു പോകുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ രൂപങ്ങളിലേക്കും എല്ലാ ഭാവങ്ങളിലേക്കും ഇത് ഇങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കും അനുനിമിഷം. കാരണം ഇതാരാണ്? ദേവിയാണ്. ഈ സമസ്ത പ്രപഞ്ചത്തെയും സൃഷ്ടിക്കാനും നിലനിർത്താനും നശിപ്പിക്കാനും ഒക്കെ കഴിയുന്നതായ ആ മഹാദേവിയുടെ സങ്കേതമാണ് ഇവിടെ. ആ സങ്കേതത്തിൽ അതിൻ്റെതായ എല്ലാ വൈചിത്ര്യങ്ങളും, അതിൻ്റെതായ എല്ലാ സങ്കീർണതകളും, അതിൻ്റെതായ എല്ലാ അത്ഭുതങ്ങളും, ഭയാനകത്വങ്ങളും, സൗന്ദര്യങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കും എന്ന് നിങ്ങൾ ഓർക്കുക. കുടഞ്ഞുള്ള ശംഖം കൃപാണങ്കപാലം. ഇവർ ആർത്തട്ടഹസിക്കുന്നത് എന്താണ്? ഭഗവതിയുടെ സങ്കേതത്തിലേക്ക് ഭഗവതിയുടെ ആരാധകർ മാത്രമല്ല ശത്രുക്കളും വന്നെത്തിയിട്ടുണ്ട്. അപ്പോഴെന്ത് ചെയ്യും? ഭടന്മാരെതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം. അപ്പൊ ആർത്ത് നിലവിളിച്ചൊരു കണ്ഠസ്വനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം. കണ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴുത്ത്, നാവ്, അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ പറയാം കണ്ഠസ്വനം. അത് അവരുടെ ശബ്ദം കണ്ഠത്തിൽ നിന്നാണ് പുറപ്പെടുക. കണ്ഠത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? നമുക്ക് ഭയവും ദുഃഖവും വരുമ്പോഴാണ് നമ്മുടെ കണ്ഠത്തിൽ നിന്ന് ശബ്ദം വരിക. ശബ്ദം പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വരും. നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ ശബ്ദം ഉത്ഭവിക്കും. നമ്മുടെ കണ്ഠത്തിൽ നിന്നും ശബ്ദം വരുമ്പോഴേ ഗദ്ഗത കണ്ഠനാകുന്നു എന്ന് പറയുമ്പോഴെപ്പോഴാണ് ദുഃഖം വരുമ്പോഴ്, ഭയം വരുമ്പോഴോ ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് ശബ്ദം പുറപ്പെടുക? നമ്മുടെ കണ്ഠഭാഗത്തു നിന്നാണ്. അപ്പൊ ഇവിടെ ഭഗവതിയുടെ ആസ്ഥാന ദേശത്ത് ശത്രുക്കൾ വന്നിരിക്കുന്നു. അവിടെ കാളിയും കൂളിയും ഗംഗരന്മാരും ഒക്കെ ആയുധപാണികളായിട്ട് നിന്ന് ഗർജിക്കുകയും യുദ്ധോന്മുഖരായി നിൽക്കുകയും ചെയ്യുമ്പോൾ ശത്രുക്കൾ എതിർത്തോടുന്ന കണ്ഠസ്വനം, ദീനവിലാപത്തോടു കൂടി ശത്രുക്കൾ എതിർത്തോടിപ്പോകുന്നു. ഇതാണ് ഈ ഒരു നാടകരംഗത്തിൽ നമ്മൾ ഇവിടെ കാണുന്നത്. ഇതൊരു വലിയ നാടകമാണെന്ന് നമ്മൾ ഓർത്തുകൊള്ളുക. ഈ നാടകത്തില് എല്ലാ ഭാവങ്ങളിലും എല്ലാ രൂപങ്ങളിലേക്കും ഭഗവതി കടന്നു വരികയാണ്. അവിടെ ഒരു പോരാളിയായി നിൽക്കുന്നു, അവിടെ ഒരു സ്നേഹാർദ്രയായ രൂപമായി നിൽക്കുന്നു, ഒരു സൗന്ദര്യാത്മകമായ രൂപമായി നിൽക്കുന്നു. അങ്ങനെ എല്ലാ ഭാവങ്ങളിലേക്കും ഭഗവതി നിമിഷാർത്ഥം കൊണ്ട് മാറി മറിഞ്ഞു പോകുന്ന ഒരു വളരെ അത്ഭുതകരമായ കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അടുത്തത് എന്താണ്? ഇതിനേക്കാൾ ഉജ്ജ്വലമായ ഒരു ഭാവത്തിലേക്ക് ഈ നാടക രംഗം മാറുകയാണ്. ഭഗവതി ഈ നാടകശാലയിൽ വന്ന് ആടിത്തിമർക്കുന്ന നാടകത്തിന്റെ ഭാവങ്ങൾ പിന്തുടർന്നു പോകാൻ വളരെയേറെ രസമുള്ള ഒരു കാഴ്ചയാണ്, അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. ഇനി അടുത്ത കാഴ്ചയിലേക്ക് നമുക്ക് പോയാലോ? സിംഹനാദത്തിനും ക്ഷീണമുണ്ടാമിടിക്കും പടുത്തം കൊടുക്കുന്ന പൊട്ടിച്ചിരിക്കെട്ടുതിക്കും പൊടിക്കായി കൊടുക്കും കടുംപന്തു കൊങ്കത്തിടം താളമേളം പിടിച്ചമ്പരീജാല സംഗീത നൃത്തം തുടിക്കിങ്കിണി വേണു വീണാപ്രയോഗം ചെവി കൊണ്ടു തങ്കക്കുടങ്കൊങ്ക രണ്ടും കളങ്കുങ്കുമീ പങ്കമാലേയലേവം പളുങ്കൊത്ത മുത്തുപ്പടം കൽപ്പവൃക്ഷത്തലം പൊങ്കുലയ്ക്കൊത്തു കോർത്തിട്ടുമാലാകളങ്കാവിഹീനം കലാപിച്ചുമേതാൻ അലങ്കാര ബന്ധങ്ങളും മറ്റുമുള്ളോരളം ശക്തരെല്ലാരും ഓതാനിതെന്നും. നമ്മളെ കഴിഞ്ഞ ശ്ലോകത്തില് നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയണം. അത് നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്ത് വെച്ച് ചോദിച്ചാൽ മതി, അത് നമുക്ക് പറഞ്ഞു പോകാം. ഇനിയും ഞാനിപ്പോൾ വായിച്ച ഭാഗം എങ്ങനെ വായിക്കണം എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. പദം ഒന്ന് മുറിച്ച് വായിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലെ പേനയോ പെൻസിലോ വെച്ച് നിങ്ങൾക്ക് വേണേ ആ ഭാഗം ഒന്ന് ഒരു സ്ലാഷ് ഇട്ട് വേണേ അതൊന്ന്, അല്ലെങ്കിൽ ഒരു കോമ ഇട്ടൊന്ന് മാർക്ക് ചെയ്യണം, മുറിക്കേണ്ടത് എവിടെയെന്നുള്ളത്. സിംഹനാദത്തിനും ക്ഷീണമുണ്ടാം, ഇടിക്കും പടുത്തം കൊടുക്കുന്ന, ആ പടുത്തം കൊടുക്കുന്ന അവിടെ ഒന്ന് വെട്ടി ഒരു കോമായോ ഒരു വരയോ ഇടുക. പൊട്ടിച്ചിരിക്കട്ട് ദിക്കും പൊടിക്കായി കൊടുക്കും, പൊടിക്കായി കൊടുക്കും. കടുമ്പന്ത് കൊങ്കത്തടം താളമേളം. ഞാൻ ഈ മുറിക്കുന്നിടത്തൊക്കെ നിങ്ങൾ ഒരു കോമ ഇടാമെങ്കിൽ അല്ലെങ്കിൽ ഒരു വര വരയ്ക്കാമെങ്കിൽ നിങ്ങൾക്കത് പദച്ഛേദം ചെയ്ത് വായിക്കാൻ ഒരു സൗകര്യം കിട്ടും. പിടിച്ച് അമ്പരീജാല സംഗീത നൃത്തം തുടിക്കിങ്കിണി വേണു വീണാപ്രയോഗം ചെവി കൊണ്ട് തങ്കക്കുടം കൊങ്കരണ്ടും കളങ്കുങ്കുമി പങ്കം ആലേയലേപം പളുങ്കൊത്ത മുത്തുപ്പടം കൽപ്പവൃക്ഷത്തലം പൂങ്കുലയ്ക്കൊത്ത് കോർത്തിട്ട് മലാകളങ്കാവിഹീനം കലാപിച്ച് ഏതാൻ അലങ്കാര ബന്ധങ്ങളും മറ്റുമുള്ളോരലം ശക്തര അല്ല ആരും, ശക്തരല്ലാരും ഓതാനിതൊന്നും, ശക്തരല്ലാരും ഓതാനിതെന്നും. അങ്ങനെ നിങ്ങൾ പദച്ഛേദം ചെയ്ത് വായിച്ചു പഠിച്ചാൽ അർത്ഥം എളുപ്പം കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത വാക്കുകൾ, കൊങ്കത്തടം എന്ന് പറയുന്നത് മാറിടമാണ്. കൊങ്കത്തടം എന്ന് പറയുന്നത് മാറിടമാണ്. അമ്പരീജാലം എന്ന് പറയുന്നത് ദേവകന്യകമാരുടെ കൂട്ടമാണ്. ദേവകന്യകമാരുടെ കൂട്ടത്തെയാണ് അമ്പരീജാലം എന്ന് പറയുന്നത്. അമ്പരീജാലം. കൊങ്കയും ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളങ്കം എന്നാണ്. പങ്കം ചെളി അല്ലെങ്കിൽ കളങ്കം എന്നാണ് പങ്കം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. പിന്നീട് പളുങ്കൊത്ത മുത്തുപ്പടം കൽപ്പവൃക്ഷത്തലം പൂങ്കുലയ്ക്കൊത്ത് കോർത്തിട്ട് മാലാകളങ്കാവിഹീനം കലാപിച്ചു മേധാന അലങ്കാര ബന്ധങ്ങളും ഉള്ളോരലം ശക്തരല്ല ആരും ഓതാനിതൊന്നും. അപ്പൊ നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഭഗവതിയുടെ ആ ഘോര രൂപത്തിന്റെ അടുത്ത വർണ്ണനയിലേക്ക് നമുക്ക് പോകാം. എന്താണ് ഇവിടെ പറയുന്നത്? സിംഹനാദത്തിനും ക്ഷീണമുണ്ടാം. അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കണ്ടത് എന്താണ്? ആരോ ശത്രുക്കളാൽ ദേവസങ്കേതം ഇതാ കലുഷമായിരിക്കുന്നു. അവിടെ ഭഗവതിയുടെ കിങ്കരന്മാരൊക്കെ ഇതാ യുദ്ധസന്നദ്ധരായി മുന്നോട്ട് വന്നിരിക്കുന്നു. അവരുടെ കയ്യില് എല്ലാ ആയുധങ്ങളുമായി ആർത്തട്ടഹസിച്ചുകൊണ്ട് അവർ മുന്നേക്ക് കടന്നു വരികയാണ്. എന്താ സംഭവിക്കുന്നത്? ശത്രുക്കൾ അവിടെ ഇതാ പറന്ന് പോകുന്നു, ഓടി അകലുന്നു. ശത്രുക്കൾ അവര് ആർത്തനാദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് അവർ ഓടിപ്പോകുന്നത്. കാരണം എന്താണ്? അവരുടെ കണ്ഠത്തിൽ നിന്നാണ് അവരുടെ സ്വരം വരിക. അവർ ഭയസംഭീതരായിരിക്കുന്നു, അവരാകെ ഭയപ്പെട്ടിരിക്കുന്നു. ഭഗവതിയുടെ ആ തേജസാർന്ന രൗദ്രഭാവം കണ്ടപ്പോഴത്തേക്ക് ശത്രുക്കളൊക്കെ എതിർത്ത് ഓടുകയാണ്. ദീനവിലാപത്തോടു കൂടി അവര് ഓടുകയാണ്. സിംഹനാദത്തിനും ക്ഷീണമുണ്ടാം. ഭഗവതിയിൽ നിന്ന് പുറപ്പെടുന്ന ആ ശബ്ദം നമുക്കറിയാം. നമുക്ക് പരിചയമുള്ള ശബ്ദങ്ങളിൽ, ഭൂമിയിൽ ജീവജാലങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിൽ ഏറ്റവും ഭയാനകമായ ശബ്ദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഘോരവനത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിംഹരാജൻ അവന്റെ വീര്യത്തോടുകൂടി അവന്റെ വായു തുറന്ന് ഗർജിച്ചു കഴിയുമ്പോൾ ഈ ഭൂമിയാകെ ഒന്ന് നടുങ്ങും. ആ വനം കിടുങ്ങും. അത്രമാത്രം ഘോരമാണ് അവന്റെ ശബ്ദം. എല്ലാ ദിക്കുകളെയും പിടിച്ചു കുലുക്കിക്കൊണ്ടായിരിക്കും അവന്റെ ഗർജനം പുറപ്പെടുക. ഇത് കാണുമ്പോഴോ ഈ വനത്തിലെ എല്ലാ ജീവജാലങ്ങളും പേടിച്ചരണ്ടു പോകും, അവർ ഓടി ഒളിക്കും. ഭഗവതിയുടെ തിരുനാവിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഈ സിംഹനാദത്തിനും പടുത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പട്ടുപോകും, തോറ്റുപോകും, അതിനോട് മത്സരിക്കാൻ കഴിയില്ല. സിംഹത്തിന്റെ നാദത്തിന് പോലും ഭഗവതിയുടെ ആ
പൊട്ടിച്ചിരിയോടൊപ്പം എത്താൻ കഴിയില്ല. ഭഗവതി പൊട്ടിച്ചിരിക്കുകയാണ്. ഈ പൊട്ടിച്ചിരി എവിടുന്നാണ് വരുന്നത്? ഈ ശത്രുക്കളെ കണ്ടപ്പോഴുണ്ടായ ആ ഒരു പൊട്ടിച്ചിരിയാണ്. ആ പൊട്ടിച്ചിരിയുടെ നാദത്തിൽ പോലും ആര് എതിർത്തോടുന്ന മണ്ടസനം നമ്മളിവിടെ മണ്ടുന്നത് നമ്മൾ കണ്ടു. ശത്രുക്കൾ പേടിച്ചരണ്ട് ഓടി ഒളിക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സിംഹനാദത്തിനും ക്ഷീണമുണ്ടാം. സിംഹനാദം പോലും ഭഗവതിയുടെ പൊട്ടിച്ചിരിയുടെ മുമ്പില് തോറ്റുപോകും, പരാജയപ്പെട്ടു പോകും. പടുത്തം കൊടുക്കുന്ന പൊട്ടിച്ചിരിക്ക് 8 ദിക്കും പൊടിഞ്ഞു പോകും. 4 ദിക്കുകൾ മാത്രമല്ല, ആ 4 ദിക്കുകളെ വീണ്ടും 8 ദിക്കായിട്ട് നാം വിഭജിച്ചു കഴിഞ്ഞാൽ ഈ 8 ദിക്കുകളും നടുങ്ങി പൊടിഞ്ഞു പോകും. അതാണ് ഭഗവതിയുടെ ഘോരമായ ശബ്ദം. പൊട്ടിച്ചിരിക്കെട്ടു ദിക്കും പൊടിക്കായി കൊടുക്കും. 8 ദിക്കും പൊടിഞ്ഞു പോകും. ദിക്കുകളൊക്കെ തകർന്നു പോകും ഭഗവതിയുടെ ഘോര ശബ്ദം കൊണ്ട്, ആ പൊട്ടിച്ചിരി കൊണ്ട്. നിങ്ങൾ നിങ്ങളുടെ സങ്കല്പത്തിലേക്ക് അതിനെ ഒന്ന് കടത്തിക്കൊണ്ടുവരണം. നമ്മൾ കേൾക്കുന്നത് എന്തും നമ്മൾ കേട്ടു തള്ളാൻ വേണ്ടിയുള്ളതല്ല. നിങ്ങൾ ഒരു നിമിഷം ആ ഒരു സങ്കല്പത്തിലേക്ക് നിങ്ങൾ കടന്നു പോകണം. അപ്പോഴാണ് അത് നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ കഴിയുക, കൂടുതൽ അനുഭവിക്കാൻ കഴിയുക. ദേവിയുടെ ആ ഘോര രൂപം, ആ വിരാട് രൂപം എത്രമാത്രം തീവ്രമാണ്, എത്രമാത്രം ഭയാനകമാണ്, എത്രമാത്രം ഭയസന്ദായകമാണെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുക. അത് കഴിയുമ്പോൾ ഭഗവതിയുടെ കരങ്ങളെ നിങ്ങൾ കണ്ടു. അത് കഴിയുമ്പോൾ നിങ്ങളെ ഇവിടെ കാണുന്നത് എന്താണ്? ഭഗവാൻ കാണുന്ന കാഴ്ചയാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ ഭഗവതിയെ കണ്ടുകൊണ്ടിടുന്ന ഒരു ദൃക്സാക്ഷി വിവരണമാണെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു. കണ്ട കാഴ്ചയാണ് പറയുന്നത്. എന്താണ്? ആ വിരാട് രൂപത്തിൽ വിശ്വമാകെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവതിയുടെ തിരുമാറിടങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് മുട്ടുമ്പോഴുണ്ടാകുന്ന ഒരു താളമേളമുണ്ട്. മാരിടം പരസ്പരം ഘർഷണം ചെയ്യുമ്പോൾ മുട്ടുമ്പോഴുണ്ടാകുന്ന ഒരു താളമേളം. ഇത് കണ്ടിട്ടോ പിടിച്ച് അംബരീജാല സംഗീത നൃത്തം. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഈ യുദ്ധത്തിൽ ഭഗവതിയുടെ വിജയം കണ്ട് ശത്രുക്കൾ പരാജയപ്പെട്ട് ഓടുന്നത് കണ്ടുകൊണ്ട് ദേവാംഗനമാരെല്ലാവരും എന്ത് ചെയ്യുന്നു? പിടിച്ച് അംബരീജാല സംഗീത നൃത്തം. അവര് ഭഗവതിയുടെ ദേവിയുടെ ലോകത്തേക്ക് ഇറങ്ങി വരികയാണ്. അവരവിടെ നിന്നിട്ട് സംഗീതവും നൃത്തവും ആടിത്തിമർക്കുകയാണ്. അവർ പാടുകയാണ്, ആടുകയാണ്, ഭഗവതിയുടെ ആ വിജയം ആഘോഷിക്കുകയാണ്. പിടിച്ച് അംബരീജാല സംഗീത നൃത്തം. ആ സംഗീതവും നൃത്തവും ആരംഭിച്ചു. ആ വിജയത്തെ ആഘോഷിക്കുന്നതിന് വേണ്ടി കാളിയും കൂളിയും വേതാളങ്ങളും ഒക്കെ കൂടെ ദേവകന്യകമാരോടൊപ്പം നിന്നുകൊണ്ട് സംഗീത നൃത്തങ്ങൾ ആടിയും പാടിയും ഉല്ലസിക്കുകയാണ്. തുടികള് അവിടെ എന്തൊക്കെയുണ്ട്? നാദങ്ങൾ കേൾക്കാം. തുടി കൊട്ടുന്ന നാദം വരുന്നു, കിങ്ങിണിയുടെ നാദം ഉണ്ടാകുന്നു, വേണു ഓടക്കുടലിന്റെ നാദം ഉണ്ടാകുന്നു, വീണാപ്രയോഗത്തിന്റെ നാദം ഉണ്ടാകുന്നു. നോക്കുക, അതൊരു ദേവ സദസ്സായി ഒരു സംഗീത സദസ്സായി മാറുകയാണ്, ഒരു നൃത്ത സദസ്സായി മാറുകയാണ്. ആനന്ദത്തിന്റെ ഒരു ഉന്മാദത്തിന്റെ ആഘോഷം ഇതാ ഭഗവതിയുടെ മുമ്പിൽ ഇവിടെ നടക്കുന്നു. സംഗീതമുണ്ട്, നൃത്തമുണ്ട്, തുടിയുണ്ട്, കിങ്ങിണിയുണ്ട്, വേണുവുണ്ട്, മുരളീഗാനമുണ്ട്, വീണാപ്രയോഗമുണ്ട്, ചെവി കൊണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭഗവതി ആനന്ദതുന്തിലയായി. ഭഗവതിയുടെ രൂപമെല്ലാം മാറി വീണ്ടും ശാന്ത സ്വരൂപത്തിലേക്ക് വരികയാണ് ഭഗവതി. ഭഗവതിക്ക് എന്താ വന്നത്? ചെവി കൊണ്ട് തങ്കക്കുടങ്കൊങ്ക രണ്ടും കളങ്കുങ്കുമീ പങ്കമാലയലേപം. ഭഗവതിയുടെ മാറിടത്തിലേക്ക് നോക്കുക. ആ നെഞ്ചിൽ, ആ മാറിടത്തിൽ നോക്കുമ്പോൾ അവിടെ ചെഞ്ചായം പൂശിയിരിക്കുന്നു, കുങ്കുമം പൂശിയിരിക്കുന്നു, കളം. ആ മാറിടത്തിലാകെ ചുമന്ന ചായം പൂശിയിരിക്കുകയാണ്, അലേയലേപം. അവിടെ ചന്ദനം പൂശിയിരിക്കുന്നു. പളുങ്കൊത്ത മുത്തു പടങ്കൽപ്പ വൃക്ഷത്തലമ്പോങ്കിലയ്ക്കൊത്ത് കവർത്തിട്ട് മാല. അതുപോലെ തന്നെ പളുങ്കൊത്ത മുത്തുപ്പടങ്ങൾ കൊണ്ട്, പളുങ്കുകളും മുത്തുകളും കൊണ്ട് കോർത്തിട്ടിരിക്കുന്ന മാലകൾ കൊണ്ട് ആ മാറിടം അലങ്കരിച്ചിരിക്കുന്നു. അവിടെ ചന്ദനവും കുങ്കുമവും വാരിപ്പൂശിയിരിക്കുന്നു. അങ്ങനെ അമൂല്യങ്ങളായ രത്നങ്ങൾ കോർത്തെടുത്തുകൊണ്ടുള്ള മാലകൾ ഭഗവതിയുടെ മാറിടത്തിൽ അവൾ അണിഞ്ഞിരിക്കുന്നു. മുത്തുപ്പടം കൽപ്പവൃക്ഷത്തലമ്പോങ്കിലയ്ക്കൊത്ത്. അത് കൽപ്പവൃക്ഷത്തിന്റെ ഇലകൾ കൊണ്ട് തോർത്തെടുത്ത മാലകളാണോ എന്ന് നമുക്ക് തോന്നും. കൽപ്പവൃക്ഷം നമുക്കറിയാം, ദേവലോകത്ത് ദേവന്മാർക്ക് ആഗ്രഹിക്കുന്നതെന്തും ഇച്ഛിക്കുന്നതെന്തും വരദാനമായി കൊടുക്കുന്ന ആ കൽപ്പവൃക്ഷത്തിന്റെ ഇലകൾ ഇലകൾ കൊണ്ട് കോർത്തെടുത്ത മാലകളാണോ ഭഗവതിയുടെ മാറിടത്തിൽ അണിഞ്ഞിരിക്കുന്ന മാലകൾ? അറിയില്ല. പളുങ്കുകളാണോ മുത്തുകളാണോ? അറിയില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നതായ ആടയാഭരണങ്ങൾ കൊണ്ട് ഭഗവതിയുടെ മാറിടം ഇതാ നിറഞ്ഞിരിക്കുന്നു.
മാലാകളങ്കാവിഹീനം കലാപിച്ചും. അത് കളങ്കാവിഹീനം, ഈ മാലകളൊക്കെ യാതൊരു കളങ്കവുമില്ലാതെ യോഗ്യമായ രീതിയിൽ, ഉചിതമായ രീതിയിൽ, അതിനകത്ത് ഈ മാലകൾ പരസ്പരം ചേരുന്നതാണോ അതോ പരസ്പരം ചേരാത്തവയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം മാലാ കളങ്കാവിഹീനമാണ്. ഒന്നിനോടൊന്ന് യോജിക്കത്തക്ക വിധത്തിൽ, ഒന്നിനോടൊന്ന് പൊരുത്തപ്പെടുന്ന വിധത്തില് ഇത്രയും സൗന്ദര്യാത്മകമായി മനോഹരമായി കോർത്തിണക്കിയ മാലകൾ കൊണ്ട് ആ ഭഗവതിയുടെ മാറിടങ്ങൾ ഇതാ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. മറ്റുമുള്ളോർ അലം, ആർക്കാണ് ഇതൊക്കെ പറയാൻ കഴിയുക? ശക്തരല്ല. ഭഗവതിയുടെ ആ തിരുസ്വരൂപ വർണ്ണനയ്ക്ക് ശക്തരല്ല ആരും, ശക്തരല്ല ആരും. ഓതാനിതൊന്നും. അമ്മേ സർവേശ്വരി കാളി ഭദ്രേ, നിന്റെ ആ തിരുശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആടയാഭരണങ്ങളുടെ സൗന്ദര്യം വിവരിക്കാൻ എനിക്കോ ആരാലുമോ സാധ്യമല്ലല്ലോ ഭഗവതി എന്ന് ഇവിടെ നിസ്സഹായനായി നിൽക്കുന്ന ഒരു ഭക്തനെയാണ് നമ്മളിവിടെ കാണുക. അത്രമാത്രം മനോഹരമായ ഒരു അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ദേവിയുടെ ശരീരം, ദേഹം, ഭഗവതിയുടെ ദേഹം. നോക്കുക, നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച്, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൽ വെച്ച് എത്രയോ ഉയരെയാണ് ശ്രീനാരായണ ഗുരുദേവൻ നിങ്ങൾക്ക് തരുന്ന മഹാകാളിയുടെ, ദേവിയുടെ, ഭദ്രയുടെ തിരുസ്വരൂപമെന്ന് നിങ്ങൾ ഈ വർണ്ണനയിലൂടെ മനസ്സിലാക്കണം. ഈ കാളി സങ്കല്പത്തിലൂടെയും കാളി ഭക്തിയിലൂടെയും ഭദ്രാസങ്കല്പത്തിലൂടെയുമാണ് നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇത്രമാത്രം മനോഹരമായി, അതിസങ്കീർണമായി, സൂക്ഷ്മമായി ഒരു ദേവി വർണ്ണന ഭഗവാൻ നമുക്കിവിടെ എന്തിനു പകർന്നു തരുന്നു എന്നുകൂടി നിങ്ങൾ ചിന്തിക്കുക. ഇത് തരുന്നത് തീർച്ചയായിട്ടും ദേവി ഉപാസനയിലൂടെ ഭഗവാൻ അനുഭവിച്ച ആനന്ദാനുഭൂതിയിലേക്ക് തൻ്റെ പിന്മുറക്കാരും തൻ്റെ കുലത്തിൽപ്പെട്ടവരും ഒക്കെ കടന്നു വരണമെന്നുള്ള ശക്തമായ ആഗ്രഹത്തോടു കൂടിയാണ് ഭഗവാൻ ഇപ്രകാരമുള്ള ഒരു വർണ്ണന നമുക്ക് തരുന്നത്. നമ്മളിലെ ഈശ്വരവിശ്വാസം എത്രമാത്രം രൂഢമൂലമാണ് എന്നൊക്കെ നാം വളരെയേറെ ഗൗരവമായി നാം ചിന്തിക്കണം. നമ്മളെല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, ആരാധന നടത്താറുണ്ട്, നമ്മൾ വിശ്വാസികളാണ്. പക്ഷേ നോക്കുക, ശ്രീനാരായണ ഗുരുദേവന്റെ ആ ഒരു വിശ്വാസം നിങ്ങളൊന്ന് നോക്കുക, ആ ഭക്തി ഒന്ന് നോക്കുക, ആ സമർപ്പണം ഒന്ന് നോക്കുക. ആ തിരുസ്വരൂപത്തെ കണ്ടെത്തിക്കൊണ്ട് വർണ്ണിച്ചു പോകുമ്പോൾ പറയുകയാണ്, ആവതില്ല അമ്മേ ഭഗവതി, എൻ്റെ നാവുകൾക്കാവില്ല, എൻ്റെ ബുദ്ധിക്കാകില്ല, എൻ്റെ ബോധത്തിനാകില്ല നിന്റെ ഈ തിരുസ്വരൂപം വർണ്ണിച്ചു തീർക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന നിസ്സഹായനായി നിൽക്കുന്ന ഒരു ഭക്തനെ നിങ്ങൾ ഇവിടെ കാണുക. ഇവിടെയാണ്, അതാണ് നമ്മൾ കാണേണ്ടത്. നമ്മളിത് പഠിച്ച് തള്ളിക്കളയുകയല്ല ചെയ്യേണ്ടത്. പഠിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഭക്തിയുടെയും ധ്യാനത്തിന്റെയും സമാധിയുടെയും ഒക്കെ അവസ്ഥയിലൂടെ കടന്നുപോയ മഹാഗുരുവിന്റെ ജീവിതചര്യകളിലൂടെ നമ്മളും കടന്നു പോകാൻ അല്പാൽപമായി ശ്രമിക്കണ്ടേ. നമുക്കിപ്പോൾ പറ്റുമോ എന്ന് ചോദിച്ചാൽ നടന്നില്ല എന്ന് വരാം. പക്ഷെ നടക്കുന്ന ഒരു കാലം ഉണ്ടാകണം, അതിനുവേണ്ടി നാം ശ്രമിക്കണം. ആ ഭക്തിയും സമർപ്പണവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ കാളി നാടക പഠനത്തിലൂടെയും ഉപാസനയിലൂടെയും ഈ സത്സംഗത്തിലൂടെയും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. പറഞ്ഞു പോകുക, അത് നമുക്കറിയാം, രാഷ്ട്രീയക്കാർ വന്ന് പ്രസംഗിച്ചിട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളിലേക്ക് ഒരല്പം വികാരം നിറച്ചു വെച്ചിട്ട് നമ്മുടെ കയ്യടി നേടിയിട്ട് ഇറങ്ങിപ്പോവുക. അവര് പോകുന്നതോടൊപ്പം അവർ പറഞ്ഞത് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകും. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുക. ഭഗവതിയുടെ തിരുസ്വരൂപ മഹനീയ വർണ്ണനകളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവതിയുടെ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച് അതിനെ ആരാധിച്ച് അതിലൂടെ അനുഗ്രഹത്തെ, ജീവിതത്തെ ഉത്തരോത്തരം പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിലേക്കാകണം നമ്മുടെ പോക്ക്. ഈ 8ാമത്തെ ഭാഗവും ഞാൻ ഇപ്പോഴിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. 7ാമത്തെ ഭാഗം. ഇതിലെ ഏതെങ്കിലും ഭാഗത്ത് വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം ചോദിച്ചാലും മതി, അത് ഞാൻ പറഞ്ഞു തരാം. അതല്ല ഇപ്പൊ തന്നെ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഇനിയും ഉണ്ടോ? ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അവസാനം ചോദിക്കാൻ, കുഴപ്പമില്ല. കാരണം നിങ്ങൾ ഒരു സംശയം വെച്ചുകൊണ്ട് പോകരുത്. കാരണം ഇവിടെ നിങ്ങൾക്ക് ചോദിക്കുക, എൻ്റെ അറിവിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ സംശയം തീർത്തുകൊണ്ട് പോകാം. എനിക്കറിയാത്ത ഭാഗങ്ങളിൽ ചിലപ്പോൾ വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. എനിക്കെല്ലാം അറിയാവുന്നൊന്നും ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. അപ്പൊ അത് നോക്കി നമുക്ക് സംശയം തീർത്ത് പോകാനും പറ്റും.
ഇനിയും ഭഗവതിയുടെ ഒരു ഭാവവർണ്ണനയാണ് നമ്മളിവിടെ കടന്നുപോയത്. ആരാണ്? അത് അലം എന്ന് പറയുന്ന ഒരു വാക്കല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അലം എന്ന് പറഞ്ഞ അലം എന്ന് പറഞ്ഞാൽ പരം എന്ന് നമ്മൾ പറയത്തില്ലേ? പരം 40 പരം എന്ന് പറയത്തില്ല. നമുക്കത് അത് ഒരു കൺജങ്ഷനാണ്. നമ്മൾ ഗ്രാമറിനകത്ത് പറയുന്ന ഒരു കൺജങ്ഷനാണ്. നമ്മൾ പലരോടും ചേർത്ത് വെക്കുന്നതാണ്. അത് സ്വതന്ത്രമായ ഒരു വാക്കല്ല. 40ഓളം എന്ന് നമ്മൾ പറയത്തേ, അതിൽ പരം എന്ന് നമ്മൾ പറയത്തില്ലേ? എന്നുപോലെ ശക്തമുള്ളവരെല്ലാം അതിനോളം ശക്തിയുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് അതിന്റെ അതിനോളം, നിന്നോളം, അമ്മേ ഭഗവതി നിന്നോളം ശക്തി ആർക്കുണ്ട് എന്നാണ് അലം. അതാണ് അത് എന്താണ് സംബന്ധിക എന്നൊക്കെ പറയും നമ്മള് ഗ്രാമറിലൊക്കെ വരുമ്പോ. അപ്പൊ അത് അങ്ങനെ ശക്തർ അല്ല ആരും ഓതാനിതൊന്നും. ഇവിടെ ഭഗവാൻ പറയുകയാണ്, നാരായണ ഗുരു തന്നെ പറയുകയാണ്, ഞാൻ എൻ്റെ ധ്യാനോപാസനകൾ കൊണ്ട് ഭഗവതിയുടെ സ്വരൂപം ഞാൻ എൻ്റെ കൺമുമ്പിൽ എന്ന പോലെ കണ്ടുകൊണ്ട് വർണ്ണിക്കുമ്പോൾ പോലും അമ്മയെ എനിക്ക് ശക്തിയില്ല, എൻ്റെ നാവുകൾക്ക് ശക്തിയില്ല, എൻ്റെ വാക്കുകൾക്ക് ശക്തിയില്ല, എൻ്റെ ബോധത്തിന് ശക്തിയില്ല നിന്നെ പൂർണ്ണമായി വെളിപ്പെടുത്താൻ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത ഒരു ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ ഭഗവതിയുടെ ആ ശരീരവർണ്ണനയിലേക്ക്, സ്വരൂപവർണ്ണനയിലേക്ക് വീണ്ടും മാറുകയാണ്. പിടിക്കുള്ളടക്കി കൊടുക്കും വയറ്റന്നടിക്കോമനപ്പൂമണിപ്പട്ടുടുത്തമ്മുടിച്ചിക്കു കച്ചപ്പുറം വച്ചിറുക്കിക്കടിക്കാമ വണ്ടിക്കുടത്തീന്നിഴിഞ്ഞ തുടക്കാമ്പ് തുമ്പിക്കരി ശ്രീനമിക്കും അനങ്കന്റെ തുണീരമോടേറ്റു തമ്മിൽ പിണക്കം തുടങ്ങി ജയിക്കുന്ന പൊന്നുക്കിണങ്കാലടിക്കച്ചപം തോറ്റു തോയേ തപസ്സിനു പോകുന്ന പാദാഗ്രശോഭം. നോക്ക്, എത്ര തീവ്രമായ വാക്കുകൾ, എത്രയോ കഠിനമായ വാക്കുകളാണ് ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഈ വാക്കുകളെയൊക്കെ നമ്മളൊരു മാലയിൽ മുത്തുകൾ കോർത്തിട്ടിരിക്കുന്ന പോലെ കോർത്തിട്ടിരിക്കുകയാണ്. എങ്ങും ഒരു തടസ്സമില്ലാതെ നമുക്ക് ആലപിച്ചു പോകാം. ഒരു തടസ്സമേ ഇല്ല. അതിങ്ങനെ തേനൊഴുകുന്നത് പോലെ, പാലൊഴുകുന്നത് പോലെ അതിങ്ങനെ അങ്ങ് പ്രവഹിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഭഗവാന്റെ മുമ്പിൽ സരസ്വതി വന്ന് വിളയാടുകയാണ് നാവിലേക്ക്. എല്ലാ വാക്കുകളും ആശയങ്ങളും വൃത്തങ്ങളും അലങ്കാരങ്ങളും എന്ന് വേണ്ട എല്ലാം തന്നെ ഭഗവാന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നൃത്തം ചെയ്യുകയാണ്. ഭഗവാന്റെ നാവിലേക്ക് ഇതെല്ലാം പ്രവഹിച്ചു കൊടുക്കുകയാണ്. അത് ഗദ്യപ്രാർത്ഥനയ്ക്ക് അകത്ത് പറഞ്ഞ ഇപ്രകാരമുള്ള തിരുവാക്കുകളെ ഉപദേശിക്കുന്ന പരമാത്മാവിനെ അവിടെ നന്ദി പറയുന്നുണ്ട് നമ്മുടെ ഗദ്യപ്രാർത്ഥനയ്ക്ക് അകത്ത്. ഇതൊന്നും എന്റേതല്ല എന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്. ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകൾ ആരുടേതാണ്? പരമാത്മാവിൻ്റെതാണ്, എന്റേതല്ല. ഈ ശബ്ദങ്ങളും ഈ വാക്കുകളും ഈ രൂപങ്ങളും അലങ്കാരങ്ങളും നൃത്തങ്ങളും ആശയങ്ങളും ഇതൊക്കെ പ്രവഹിക്കുന്നത് നാരായണ ഗുരുവിൻ്റെതല്ല. പറയുകയാണ് ഇതെല്ലാം പരമാത്മാവാണ്, ഇതെല്ലാം തന്നിരിക്കുന്ന അല്ലയോ പരമാത്മാവേ നീ തന്നെയാകുന്നു എന്നവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ കാഴ്ചകളെല്ലാം കാട്ടിക്കൊടുക്കുന്നത് ഭഗവാനോട് ഒരു സാക്ഷിയായി നിൽക്കുകയും ആ പരമാത്മാവ് ദേവീ രൂപത്തിൽ വന്ന് ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അതൊക്കെ ഈ വാക്കുകളായി ആശയങ്ങളായി പ്രവഹിക്കുകയും ചെയ്യുകയാണെന്ന് കൂടി നിങ്ങൾ ഓർത്തുകൊള്ളുക. പിടിക്കുള്ളടക്കി കൊടുക്കും വയറ്റിനടിക്കോമനപ്പൂമണിപ്പട്ടുടുത്തമ്മുടിച്ചിക്കു കച്ചപ്പുറം വെച്ചിറുക്കിക്കടിക്കാമ വണ്ടിക്കുടത്തീന്നിഴിഞ്ഞ തുടക്കാമ്പ് തുമ്പിക്കര ശ്രീനമിക്കും അനങ്കന്റെ തൂണീര മോടേറ്റു തമ്മിൽ പിണക്കം തുടങ്ങി ജയിക്കുന്ന പൊന്നുക്കിണങ്കാലടിക്കച്ചപം തോറ്റു തോയേ തപസ്സിനു പോകുന്ന പാദാഗ്രശോഭം. നോക്കുക, ഇത് നമ്മള് ഒന്ന് പദച്ഛേദ ഇടയ്ക്ക് വെച്ച് മുറിച്ച് ഒന്ന് ഞാൻ ചൊല്ലി തരാം. നിങ്ങൾ അത് മാർക്ക് ചെയ്ത് പോകണം. ആദ്യത്തെ പിടിക്കുള്ള അടക്കി കൊടുക്കും വയറ്റിനടിക്ക് ഓമനപ്പൂമണി പട്ടുടുത്ത് അമ്മുടിച്ചിക്ക് കച്ചപ്പുറം വച്ചിറുക്കി കടിക്കാമ വണ്ടി കുടത്തിന്ന് ഇഴിഞ്ഞ് അത്തുടക്കാമ്പ് തുമ്പിക്കര ശ്രീ നമിക്കും അനങ്കന്റെ തുണീരമോടേറ്റ്
തമ്മിൽ പിണക്കം തുടങ്ങി ജയിക്കുന്ന പൊന്നുക്കണങ്കാൽ അടിക്ക് കച്ചവം തോയേ തപസ്സിന് പോകുന്ന പാദാഗ്രശോഭം. നോക്ക, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചൊക്കെ അർത്ഥം മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പിടിക്കുള്ളടക്കി കൊടുക്കും വയറ്റിന്. ഇവിടെ ഒരു പൂർണ്ണ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കുറിച്ച് നമുക്ക് ഒരു സങ്കല്പമുണ്ട്. അത് നമ്മുടെ പൗരാണികമായ ഒരു സൗന്ദര്യ സങ്കല്പത്തിൽ പറയുകയാണ്. എന്താണ് അതിന്റെ സങ്കല്പം? ഒരു പൂർണ്ണ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയുടെ അരക്കെട്ടെന്ന് പറയുന്നത് ഒരു കൈപ്പിടി കൊണ്ട്, അവളുടെ രണ്ട് കൈകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അരക്കെട്ട് അതിൽ നിൽക്കും. അത്രയും വണ്ണമേ ഒരു അരക്കെട്ടിന് ഉണ്ടാകാൻ കഴിയാവൂ. അതാണ് പൂർണ്ണ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയുടെ അരക്കെട്ട്. അത് തന്നെയാണ് ഒരു പുരുഷന്റെ അരക്കെട്ടിന്റെ ഇതാണ്. സ്വന്തം കൈ ചേർത്ത് പിടിക്കുമ്പോൾ, രണ്ട് കൈകളും ചേർക്കുമ്പോൾ അരക്കെട്ട് മൊത്തം പൊതിഞ്ഞു നിൽക്കാൻ കഴിയണം. അങ്ങനെയാണ് ആരോഗ്യമുള്ള പൂർണ്ണമായ ഒരു ശരീരത്തിന്റെ രൂപം, അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ അതാണ് പറയുന്നത്, പിടിക്കുള്ളടക്കി കൊടുക്കും വയറ്റിനടി. വയറിന്റെ അടിഭാഗത്താണല്ലോ അരക്കെട്ട്, ആണല്ലോ തീർച്ചയായിട്ടും. ആ അരക്കെട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിക്കുള്ള അടക്കി കൊടുക്കും. നമ്മുടെ ഒരു പിടിക്ക് ഉള്ളിൽ നിൽക്കും. ഒരു കൈ കൊണ്ട് പിടിക്കുകയല്ല, രണ്ട് കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അരക്കെട്ട് അതിനകത്ത് നിൽക്കും. നോക്ക്, തന്റെ മുമ്പിൽ അവതാരം ചെയ്തു നിൽക്കുന്ന ഭഗവതിയുടെ തിരുശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ കണ്ണുകൾ ആ തിരുമാറിടത്തിൽ നിന്ന് താഴേക്ക് പോയി. അവിടെ ഒട്ടേറെ പവിഴങ്ങളും മുത്തുകളും കോർത്തിട്ട കൽപ്പവൃക്ഷത്തിന്റെ തലം, അതിന്റെ മുകുളങ്ങൾ എടുത്തു പോലും മാല കെട്ടി അലങ്കരിച്ചിരിക്കുന്ന ആ മാറിടം കണ്ടിട്ട് ഭഗവാൻ വർണ്ണിക്കാൻ കഴിയാതെ തിരിഞ്ഞോടിയത് നമ്മൾ കണ്ടു കഴിഞ്ഞ ഭാഗത്ത്. എനിക്ക് കഴിയുന്നില്ല ഭഗവതി, നിന്റെ ആ മാറിടം എപ്രകാരം വർണ്ണിച്ച് മറ്റുള്ള ഈ ഭക്തന്മാർക്ക് കൊടുക്കണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു പോയതിനു ശേഷം ഭഗവാൻ നോക്കിയത് എവിടേക്കാണ്? ആ അരുമയായിരിക്കുന്ന ആ വയറിന്റെ ഭാഗത്തേക്ക്, ഉദരഭാഗത്തേക്ക് ഭഗവാന്റെ കണ്ണൊന്ന് പോയി. അവിടെ കണ്ടത് എന്താണ്? പിടിക്കുള്ളടക്കി കൊടുക്കും വയറ്റിനടിക്ക്. ഭഗവതിയുടെ അരക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ എത്ര മനോഹരമാണ്, എത്ര പൂർണ്ണതയാണ്. ഒരു പിടിക്ക് രണ്ട് കൈകൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിൽക്കുന്ന അരക്കെട്ടിന്റെ വർണ്ണം മാത്രമാണ് ഭഗവതിക്കുള്ളത്. പിടിക്കുള്ളടക്കി കൊടുക്കും വയറ്റിനടിക്ക്. ആ വയറിനടിക്ക്, ആ അരക്കെട്ടിൽ എന്താണ് ചെയ്തിരിക്കുന്ന? വയറ്റിനടിക്ക് ഓമനപ്പൂമണി പട്ടുടുത്തു. പറയുകയാണ്, വളരെ മനോഹരമായ, ഓമനയായ, മനോഹരമായ, പേലപത്വം തുളുമ്പുന്ന മൃദുലമായിരിക്കുന്ന ഒരു ചുമന്ന പട്ടുടുത്തിരിക്കുന്നു ഭഗവതി. ആ അരക്കെട്ട് മറച്ചുകൊണ്ട് ഭഗവതി ഉടുത്തിരിക്കുന്ന ആ പട്ടിനെ കുറിച്ചുള്ള വർണ്ണനയാണ്. ഓമനപ്പൂമണി പട്ടുടുത്ത്. ഓമനപ്പൂമണിപ്പട്ടുടുത്ത്. ആ പട്ടുടുത്തിരിക്കുന്നതിന് മുകളിലായി എന്താണ്? ആ മണികളും പൂമണികളും ഒക്കെ, മണികളും മരതകങ്ങളും ഒക്കെ അതിന് ചുറ്റുമായി അലങ്കരിച്ചിരിക്കുന്നു. പൂമണിപ്പട്ടുടുത്ത്. അതിനുശേഷം ആ മുടിച്ചിക്ക്. അത് കഴിഞ്ഞപ്പോഴേക്കും ആ നിതംബത്തോളം താഴ്ന്നു കിടക്കുന്ന ഭഗവതിയുടെ കാർകൂന്തൽ കണ്ടു ഭഗവാൻ. എന്താണ്? ആ ശിരസിൽ നിന്ന് താഴേക്ക് പോകുന്ന കാർകൂന്തൽ എവിടെ വരെയുണ്ട്? ഭഗവതിയുടെ അരക്കെട്ടോളം നീണ്ടു നിൽക്കുകയാണ്. അതിങ്ങനെ തിങ്ങി നിറഞ്ഞ പനങ്കുല പോലെ അവിടെ വരെ നിൽക്കുകയാണ്. അവിടെ മുടിച്ചിക്ക്, ആ മുടി ഇങ്ങനെ ചിക്കിയിട്ടിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ഇത് വർണ്ണിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു സ്ത്രീ വന്ന് അതിമനോഹരിയായ സുന്ദരിയായ ഒരു സ്ത്രീ വന്ന് നിൽക്കുമ്പോൾ അവളുടെ ശരീരത്തിന്റെ വർണ്ണനയാണ് ഇവിടെ നടക്കുന്നത്. അവിടെ ശിരസിൽ നിന്ന് താഴേക്ക് പനങ്കുല പോലെ പറന്നു നിൽക്കുന്ന ആ മുടിച്ചിക്ക് പട്ടുവെച്ച്, ഉടയാട വെച്ച് കെട്ടിയിരിക്കുന്നു. കച്ചപ്പുറം വച്ച് ഇറുക്കി കെട്ടിയിരിക്കുന്നു. അത്ര പോലെ പനങ്കുല പോലെയുള്ള മുടിയാണ്. അതുകൊണ്ടാണ് ഇറുക്കി കെട്ടേണ്ടതായി വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കച്ച വെച്ച്, റിബൺ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ പുരാതന കാലത്തിലെ ഭഗവതി തന്റെ കേശാലങ്കാരമായി എടുത്തിരിക്കുന്ന കച്ച, ഒരു കച്ചപ്പുറം വെച്ച് ആ മുടി ഇങ്ങനെ കെട്ടി ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. കടിക്കാമ വണ്ടി വച്ചിറുക്കി കടിക്കാമ വണ്ടി കുടത്തിന്ന്. ആ നിതംബ ബിംബത്തെ ഇവിടെ പറയുന്നത് എന്താണ്?
ഭഗവതിയുടെ നിതംബവും നിതംബബിംബത്തെയും പറയും അത് കാമവണ്ടിക്കുടമാണ്. അതെ, സർവാനുഗ്രഹങ്ങളെയും സർവ ഇംഗിതങ്ങളെയും സർവാഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ഒക്കെ സഫലമാക്കി കൊടുക്കുന്ന അവളുടെ ആ കാമവണ്ടിക്കുടം, നിതംബവും നിതംബബിംബവും അടങ്ങുന്ന ആ ഭാഗം നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? കാളിയുടെ അനുഗ്രഹ കലകൾ എവിടെയാണ് കുടികൊള്ളുക? അത് കുടികൊള്ളുന്നത് നമ്മുടെ മൂലാധാര ചക്രത്തിലാണ്. മൂലാധാര ചക്രം. ഇവിടെ നമ്മള് ഭഗവതിയുടെ കടിക്കാമ വണ്ടി കുടത്തിൽ നിന്ന് ഇഴിഞ്ഞ് പോകുന്ന ആ തൃത്തുടക്കാമ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു മറ്റ് ശുഭമായ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. ഈ മാനവരുടെ എല്ലാ അഷ്ടങ്ങളും അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കാൻ കഴിയുന്നതായ ഊർജത്തിന്റെ ശക്തിയുടെ ഉറവിടമായിരിക്കുന്ന മൂലാധാര ചക്രത്തെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ വർണ്ണിക്കുന്നത്. ആധാരചക്രം ഷഡാധാരങ്ങളിലെ ഏറ്റവും ആധാര ശക്തിയായി വിളങ്ങുന്ന ആ കാളി ദേവി അധിവസിക്കുന്ന പള്ളി കൊള്ളുന്ന ആ ആധാരചക്രത്തിന്റെ വർണ്ണനയാണ് ഇവിടെ പറയുക. എന്ത് പറയുന്നു? കടിക്കാമവണ്ടി കുടത്തിയെന്നു. അതൊരു കാമവണ്ടിക്കുടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രഥചക്രത്തെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കുക. രഥചക്രത്തിന്റെ കേന്ദ്രഭാഗം, അതിന്റെ മർമ്മഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ഒഴുകിയിറങ്ങുന്ന കാലുകളുണ്ട് അല്ലേ? കടഞ്ഞെടുത്ത കാലുകൾ, ആരക്കാലുകൾ എന്നതുപോലെ ഈ കാമവണ്ടിക്കുടം, ഇത് അങ്ങനെയുള്ള ഒരു ചക്രത്തിന്റെ, ഒരു രഥചക്രത്തിന്റെ ആ കുടം, ആ ചാണിയിൽ നിന്നും താഴേക്ക് വരുന്ന കടഞ്ഞെടുത്ത കാലുകൾ നിങ്ങൾ കാണാറില്ലേ? ഭഗവതിയുടെ തൃക്കാലുകളെ കുറിച്ച് വർണ്ണിക്കുമ്പോഴേ ഭഗവാന്റെ ഭാവന എവിടേക്കാണ് പോകുന്നത് നിങ്ങൾ ഓർക്കുക. കടിക്കാമവണ്ടി കുടത്തിൽ ഇഴിഞ്ഞ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇഴിഞ്ഞ് തുടക്കാമ്പ്, ആ തുടക്കാമ്പിനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. അത് കടഞ്ഞെടുത്ത ഒരു ശില്പം പോലെയാണ് തോന്നുക. എത്ര മനോഹരമാണ് ആ തുടക്കാമ്പുകൾ രണ്ടും. ചിന്തിക്കണം. അത് ഭഗവാന്റെ ഭക്തി കൊണ്ടും പ്രേമം കൊണ്ടും സമർപ്പണം കൊണ്ടും ഭഗവാൻ അതിന്റെ മനോഹാരിത ആ ഉദാത്തമായ വികൃഷ്ടമായ രീതിയിൽ വർണ്ണിച്ച് നമുക്ക് തരികയാണ്. എന്താണ്? വച്ചിരുക്കി കടിക്കാമ വണ്ടിക്കുടത്തിൽ ഇഴിഞ്ഞ ആ തുടക്കാമ്പ്. ആ തുടക്കാമ്പ് കണ്ടു കഴിഞ്ഞാലോ തുമ്പിക്കര ശ്രീ നമിക്കും. ആനയുടെ തുമ്പിക്കര നമുക്ക് എത്രമാത്രം കണ്ടാലും നമുക്ക് മതി വരില്ല. അതിൻ്റെ ഒരു സൗന്ദര്യം, അതിൻ്റെ ഒരു പൂർണ്ണത, അതിൻ്റെ ഒരു ശില്പ ഭംഗി, ആ തൃത്തുടകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ തുമ്പിക്കരത്തിന്റെ, ആനയുടെ തുമ്പിക്കരത്തിന്റെ ഭംഗി പോലും നമിച്ചു പോകും ഈ നാടകത്തിൽ. ഇതൊരു നാടക മത്സരം, ഒരു സൗന്ദര്യ മത്സരമാണ് ഭഗവതിയുടെ ഈ രൂപവർണ്ണനയിൽ നമുക്ക് കാണുക. ഈ നാടകത്തിൽ ഒരു സൗന്ദര്യ മത്സരത്തിന്റെ നാടകമാണ് ഇവിടെ നടക്കുന്നത്. ഈ നാടക മത്സരത്തിൽ ഭഗവതി അരക്കെട്ടിനെ വർണ്ണിക്കുന്നു, ആ ഉദരത്തെ വർണ്ണിക്കുന്നു, ആ മാറിടത്തെ വർണ്ണിക്കുന്നു, ആ തിരുച്ചെവികളും തിരുനാസികയും തൃക്കണ്ണും തിരുനെറ്റിയും കവിൾത്തടങ്ങളും ഒക്കെ വർണ്ണിക്കുന്നു. അതോടൊപ്പം തന്നെ കവചകുണ്ടലങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നു. ആ ദേവലോകത്തിന്റെ എല്ലാ സങ്കീർണതകളെയും വർണ്ണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഭഗവതിയുടെ ശരീരവർണ്ണനയിലേക്ക് കടന്നു വരുമ്പോഴോ പറയുകയാണ്, ആവില്ല ആവില്ല ആവില്ല, എൻ്റെ നാവുകൾക്ക് ശക്തിയില്ല. ഈ ഭഗവതിയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചു തീർക്കുവാൻ എൻ്റെ നാവിന് ശക്തിയില്ല. അപ്പൊ പറയാണ് കടിക്കാമവണ്ടിക്കുടത്തിൽ നിഴിഞ്ഞ് തുടക്കാമ്പ് തുമ്പിക്കര ശ്രീ നമിക്കും. ആനയുടെ തുമ്പിക്കൈകൾ പോലും നമിച്ചു പോകും ഭഗവതിയുടെ തൃത്തുടകളുടെ ആ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ. പിണക്കം അനങ്കന്റെ തൂണീരമോടേറ്റു തമ്മിൽ പിണക്കം തുടങ്ങി ജയിക്കുന്ന പൊന്നു കണങ്കാൽ. ആ തൃത്തുടകളിൽ നിന്നും ഭഗവാന്റെ ശ്രദ്ധ താഴേക്ക് പോരുന്നു. ആ അണിമുട്ടുകളും ആ പാദപങ്കജങ്ങളും ഒക്കെ കാണാനുള്ള പരിശ്രമത്തിലാണ്. ഭഗവാൻ അത് കാണുകയാണ്, കണ്ണു തുറന്ന് കാണുകയാണ്. കാണുമ്പോഴെന്താണ്? അനങ്കന്റെ തൂണീരമോടേറ്റ്. നമുക്കറിയാം, മനുഷ്യ മനസ്സിനെ ഹരം കൊള്ളിക്കുന്ന, അവനെ ഇളക്കുന്ന ഏറ്റവും മനോഹരമായ അസ്ത്രമയിക്കാൻ കഴിവുള്ളവനാണ് അനങ്കൻ. അനങ്കൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അംഗമില്ലാത്തവൻ. അംഗമില്ലാത്തവൻ ആരാണ്? കാമദേവൻ. കാമദേവന്റെ അംഗങ്ങൾ എങ്ങനെയാണ് പോയത്? പരമേശ്വരന്റെ തൃക്കണ്ണിൽ നിന്ന് പ്രവഹിക്കുന്ന ജ്വാലയിൽ അറ്റുപോയി, ചുട്ടുപോയി, കെട്ടുപോയി, ചാമ്പലായിപ്പോയി അനങ്കന്റെ ശരീരം. നമുക്കറിയാം. ആ കഥകളൊക്കെ നിങ്ങൾ ഒന്ന് ചേർത്ത് വെച്ച് വായിക്കാനും കണ്ടെത്തി മനസ്സിലാക്കാനും ശ്രമിച്ചുകൊള്ളുക. പറഞ്ഞാൽ സമയം നമുക്ക് തികയാതെ വരുന്നത് കൊണ്ട് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? അനങ്കന്റെ തൂണീരമോടേറ്റു തമ്മിൽ പിണക്കം. ഇവിടെ അനങ്കന്റെ തൂണീരം അമ്പും ഭഗവതിയുടെ കാൽമുട്ടുകളും തമ്മിൽ ഒരു സൗന്ദര്യ മത്സരം നമുക്കൊന്ന് നോക്കാം. അവരെ പരസ്പരം ഒന്ന് താരതമ്യപ്പെടുത്തി ഇതിൽ ഏതിനാണ് സൗന്ദര്യമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. അവിടെ പറയുകയാണ്, ആ ഏറ്റുമുട്ടലിൽ, ആ മത്സരത്തിൽ
എന്തു പറ്റുന്നു? അനങ്കന്റെ തൂണീരമോടേറ്റു തമ്മിൽ പിണക്കം തുടങ്ങി ജയിക്കുന്നു. ഭഗവതിയുടെ ആ കണങ്കാലുകള് അനങ്കന്റെ പൂവിലിനോട് മത്സരിച്ചു ജയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധ എവിടേക്കാണ് പോവുക? ആ പാദങ്ങളിലേക്ക് വന്നു. ആ പാദങ്ങളിലേക്ക് വരുമ്പോ പറയുകയാണ് പൊന്നുക്കണങ്കാൽ. ഭഗവതിയുടെ കാലോ പൊന്നാണ്, സ്വർണമാണ് ആ കാലുകൾ. ഇവിടെ ആ സ്നേഹ പാരവശ്യത്താൽ, സമർപ്പണത്തിന്റെ പാരവശ്യത്താൽ, ഭക്തിയുടെ പാരവശ്യത്താൽ ഭഗവതിയുടെ തൃക്കാലുകൾ പൊൻകാലുകളായിട്ടാണ് ഭഗവാൻ കാണുക. ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ കാണുന്നത് പൊൻകാലുകളാണ്. അതിനേക്കാൾ കുറഞ്ഞ ഒന്നിനോടും ആ പാദപങ്കജങ്ങളെ ഉപമിക്കാൻ കഴിയില്ല. അതിന്റെ ആ പാദാഗ്രം, അതിന്റെ പാദത്തിന്റെ ശോഭയോ, ആ പാദത്തിന്റെ ശോഭയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഒരു കവിതകളിലും കാണാത്ത വിധത്തിൽ, കേൾക്കാത്ത വിധത്തിലുള്ള ഒരു ഉപമ ഭഗവാൻ ഇവിടെ കൊണ്ട് വിളക്കി ചേർക്കുകയാണ്. ആ കടലിലൂടെ അല്ലെങ്കിൽ ജലാശയത്തിലൂടെ നീന്തി തുഴഞ്ഞു പോകുന്ന ആമയെ നിങ്ങളൊന്ന് നോക്കൂ. കച്ചപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമയെന്നാണ്. കച്ചപം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ആമയെന്നാണ്. ഈ ജലാശയത്തിലൂടെ നീന്തി പോകുന്ന ആമയെ നിങ്ങളൊന്ന് നോക്കണം. അവളുടെ കാലുകളിൽ നിങ്ങൾ നോക്കണം. വളരെ മൃദുല മനോഹരമായ ആ പാദങ്ങളാണ്. വെളുത്ത ചർമ്മങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന വളരെ മൃദുല മനോഹരമായ പാദങ്ങളാണ് ആർക്കുള്ളത്? ആമയ്ക്കുള്ളത്. വളരെ മനോഹരമാണ്, സൗന്ദര്യമുള്ളതാണ്, മൃദുലമാണ്. അത് ഈ ജലാശയത്തിലൂടെ ഒഴുകി നടക്കുന്ന കാണാൻ എത്രമാത്രം ആനന്ദകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ അതിനേക്കാൾ മൃദുലവും മനോഹരവും സൗന്ദര്യാത്മകവുമാണ് ആരുടെ കാലുകൾ? ഭഗവതി, കാളി, ഭദ്രേ, നിന്റെ കാലുകൾ നോക്കുക. ഇതിൽ പരം മനോഹരമായ ഒരു ദേവീ സങ്കല്പത്തെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരച്ചു കാണിക്കാൻ കഴിയുമോ? നിങ്ങൾ കണ്ടിട്ടുള്ള ചിത്രങ്ങളിലോ, നിങ്ങൾ വായിച്ചിട്ടുള്ള പ്രാർത്ഥനാ സ്തോത്രങ്ങളിലോ, നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും മനോഹരമായ ഒരു രൂപം ഇതാ ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ കാളിയുടെ വർണ്ണനയിലൂടെ ഈ കൃതിയിൽ നമുക്ക് കാട്ടിത്തരികയാണ്. എന്താണ് ഇത് പറയുമ്പോഴേ, ഞാൻ കൂടെ നിങ്ങളോട് ഇത് പറയുമ്പോഴേ, എന്തിനു വേണ്ടിയാണ് ഭഗവാൻ ഇത്രമാത്രം പൂർണ്ണമായ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ, പൂർണ്ണമായ ഒരു ശില്പം നമ്മുടെ മുമ്പിൽ നിർമ്മിച്ചു തരുന്നത്? നമ്മുടെ നിത്യജീവിതത്തിന്റെ പ്രാർത്ഥനയിലും ഉപാസനകളിലും ദേവി ഒരു നിത്യ സാന്നിധ്യമായിരിക്കണം, കാളി ഒരു നിത്യ സാന്നിധ്യമായിരിക്കണം. പ്രാർത്ഥന നമ്മുടെ ഈശ്വര വിശ്വാസം, ദൈവവിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യമായ ഭാഗമായിരിക്കണം. ഒരിക്കലും നാം ഇതിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. ഓർക്കണം നിങ്ങള്, ഭഗവാന്റെ ഈ 64 കൃതികളിലൂടെ ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ നമുക്ക് തന്ന സന്ദേശം ഏതാണ്? ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും പാതകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ. ഭക്തിയുടെയും അറിവും ഭക്തിയും ഇത് രണ്ടും ഒരുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് പോകാനാണ് ഭഗവാൻ പറഞ്ഞത്. ഒരിക്കലും ജ്ഞാനത്തെ നിഷേധിച്ചുകൊണ്ട് ഭക്തിയിലേക്ക് പോകാനോ, ഭക്തിയെ നിഷേധിച്ചുകൊണ്ട് ജ്ഞാനത്തിലേക്ക് പോകാനോ ഭഗവാൻ അനുവദിക്കുന്നില്ല. അതിന് അനുവാദവുമില്ല. അത് ഗുരുത്വക്കേടാണ്, ഗുരുത്വദോഷമാണ്. ഗുരുവചനങ്ങൾക്ക് നിഷേധിക്കുകയാണ് നാം. നമുക്ക് ഓർക്കണം, നമ്മുടെ ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശരിയായ ഈശ്വര സങ്കല്പത്തിലൂടെയും ശരിയായ നൈതികമായ ധാർമ്മികമായ ജീവിതം നയിക്കാൻ കഴിയാതിരുന്നൊരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. അവിടെ എല്ലാ ദേവതകളെ ഉപാസിക്കാനോ പ്രാർത്ഥിക്കാനോ നമുക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ദേവതാ ഉപാസന ഇവിടെ ഏതാനും ജനവിഭാഗങ്ങളിൽ മാത്രമായി നിജപ്പെടുത്തിയിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം നമ്മളെ ഈ ദേവത ഉപാസനയിലൂടെ വിശാലമായ സാത്വികമായിരിക്കുന്ന ലോകത്തേക്ക് തുറന്നു വിട്ടത് ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ മാത്രമാണ്. ഇന്ന് നമുക്കറിയാം, നമുക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ഒരു ദേവാലയങ്ങളുമില്ല. പക്ഷേ ഈ ദേവാലയങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു തന്നത് ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ ശരിയായ ഉപാസനാമൂർത്തികളെ നമ്മുടെ മുമ്പിൽ പ്രതിഷ്ഠിച്ച് തന്നതിന് ശേഷമാണ്. നാം ഭഗവാൻ കാട്ടിത്തന്ന ഉപാസനാമൂർത്തികളെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് ദേവതാ ഉപാസനകളിലേക്ക് പോകാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇതിവിടെ പറയുമ്പോൾ ഭഗവാൻ ഈ കേരളത്തില് അങ്ങോളം ഇങ്ങോളം ഒട്ടേറെ ആരാധനാലയങ്ങൾ നമുക്ക് വേണ്ടി ഭഗവാൻ പ്രതിഷ്ഠിച്ചു തന്നിട്ടുണ്ട്. ആ ആരാധനാലയങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നാം പലതിലേക്കും കടന്നു പോകുന്നുണ്ട്. അത് പോകരുത് എന്നല്ല ഞാൻ ഇവിടെ പറയുന്നതിന്റെ ആശയം. പക്ഷെ ഭഗവാൻ നമുക്ക് വേണ്ടി ഭഗവാന്റെ സങ്കല്പത്തിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നിട്ടുള്ള നമ്മുടെ ആരാധനാലയങ്ങൾ, ദേവാലയങ്ങൾ നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളാകണം. നാം ആദ്യമായി അവസാനമായി ആരാധനയ്ക്ക് എത്തേണ്ട സങ്കേതങ്ങളാണ് അതൊക്കെ. അവിടമൊക്കെ എല്ലാ ജനസാന്നിധ്യം കൊണ്ട്, നമ്മുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാകണം. നമ്മുടെ ഉപാസനകൾ കൊണ്ട് ആ മൂർത്തികൾ സമ്പന്നമാകണം. അവിടെ നിന്ന് കിട്ടുന്ന അനുഗ്രഹ കലകൾ കൊണ്ട് നാമും നമ്മുടെ ജീവിതവും നമ്മുടെ ഭാവി തലമുറയും ഉത്കർഷം പ്രാപിക്കണം.
നമുക്കറിയാം 64ഓളം ക്ഷേത്രങ്ങൾ ഭഗവാന്റെ ശരീരത്തോടുകൂടി ഈ മണ്ണിൽ അധിവസിച്ച കാലത്ത് തന്നെ ഭഗവാൻ സൃഷ്ടിച്ച് തന്നിട്ടുണ്ട്. ആ പുരാതന കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം ജനം ഉത്കർഷം നേടിയിട്ടില്ലാതിരുന്ന ഒരു കാലഘട്ടത്തില് 64ഓളം ക്ഷേത്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിക്കാനുള്ള ഇച്ഛാശക്തിയും ആത്മീയ ശക്തിയും ധാർമ്മിക ശക്തിയും ദൈവിക പ്രേരണയും ഉണ്ടായിരുന്ന ഒരു വ്യക്തി ലോകത്തിലുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യായുസ് കൊണ്ട് 64 ക്ഷേത്രങ്ങൾ. ഇപ്പൊ നമുക്കറിയാം പല തന്ത്രിമാരും ഓടി നടന്ന് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിലോ 20-ാം നൂറ്റാണ്ടിലോ ആണ്, ഇല്ലേ? ഇത്രമാത്രം ക്ഷേത്രങ്ങൾ ഉണ്ടാകാതിരുന്നൊരു കാലഘട്ടമാണ് മഹാഗുരു ഇവിടെ ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. ഇന്ന് നമുക്കറിയാം, ഇന്ന് കൂടുകൾ മുളയ്ക്കുന്നത് പോലെ ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭഗവാന്റെ കർമ്മകാണ്ഡം ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടം ഇത്രമാത്രം ക്ഷേത്രങ്ങളോ ആരാധനാലയങ്ങളോ ഉണ്ടായിരുന്ന കാലമല്ല. അന്ന് ഈ നിലവിലിരുന്ന വിശ്വാസത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, അതിനെയൊക്കെ സ്നേഹപൂർവ്വം തട്ടി തകർത്തുകൊണ്ട്, അതിനെയൊക്കെ ഒരു ഫലിത രൂപത്തിൽ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താനും തന്റെ ശിഷ്യഗണങ്ങളും കൂടെ ചേർന്ന്, മഹാഗുരുവിന്റെ ആജ്ഞാനുസരണം ശിഷ്യന്മാരും കൂടെ ചേർന്നുകൊണ്ട് 64ഓളം ക്ഷേത്രങ്ങൾ കേരളത്തിനും വെളിയിലുമായി ഭഗവാൻ സ്ഥാപിച്ചു. നോക്ക്, നമ്മുടെ ജീവിത സാഫല്യത്തിന് വേണ്ടി ഭഗവാൻ പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രങ്ങളിലെ ആരാധനയും ഉപാസനയും തന്നെ പര്യാപ്തമാണ്. അതിനുശേഷമാണ് ഇന്ന് നമുക്കറിയാമല്ലോ, ഇന്ന് കേരളത്തിൽ ലോകത്ത് അനേകം ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഭഗവാൻ 64 ക്ഷേത്രങ്ങൾ ഇവിടെ സ്ഥാപിച്ചപ്പോഴ് അതിനെ പ്രതിരോധിക്കാൻ, അതിനെ വെല്ലുവിളിക്കാൻ പലർക്കും കഴിയുമായിരുന്നിട്ടും ഭഗവാൻ അതിനെ വളരെ സരസമായിട്ട്, വളരെ ലളിതമായിട്ട്, തന്ത്രപൂർവം അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട്, അതിനെ തകർത്തുകൊണ്ട് 64 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച തന്ത്രിമാരിൽ തന്ത്രിയായിരിക്കുന്ന തന്ത്രി പ്രമുഖനാണ് ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ. 3 ആശ്രമങ്ങളും 64 ക്ഷേത്രങ്ങളും 64ഓളം ഉത്കൃഷ്ടമായ കൃതികളും ഒരാചാര്യ പരമ്പരയും ഒരു സന്യാസ പാരമ്പര്യവും ഒക്കെ ഈ കുലത്തിന് തന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ഈ കുലത്തിന് തന്നിട്ടാണ് മഹാഗുരു ദേഹത്യാഗം ചെയ്തതെന്ന് നമ്മൾ ഓർക്കണം. ആ മഹാഗുരുവിന്റെ ആയുസ്സും യപസ്സും ത്യാഗം ചെയ്തതിനോട് നന്ദിയും കൂറും കടപ്പാടും ഉള്ളവരായി മാറണം നാം ഓരോരുത്തരും. ഈ കൃതിയുടെ പരിചയപ്പെടുത്തലിനോടൊപ്പം ഇതുകൂടി പറഞ്ഞു പോയില്ലെങ്കിൽ അതൊരു വലിയ നന്ദികേടായി പോകും എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ കൃതിയുടെ ആശയവിവരണത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇക്കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയാൻ തയ്യാറായത്. കാരണം നാം നമ്മുടെ കുലവും കുലസ്ഥാനങ്ങളും വിട്ടുകൊണ്ട് നാം മറ്റെവിടെയൊക്കെ പാഞ്ഞു പോകുന്നു. കുലദേവതകൾ ഭഗവാൻ നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നിട്ടുള്ള 64 ക്ഷേത്രങ്ങൾ നമ്മുടെ കുലദേവതകളെയാണ്. അവിടെ നമുക്ക് മഹാവിഷ്ണുവുണ്ട്, ശിവനുണ്ട്, ഭഗവതിയുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മുടെ കുലദേവതയാണ്, നമ്മുടെ ഈ കുലത്തിന്റെ ദേവതകളെയാണ്. ഈ 64 ദേവതകളെയും ആരാധിക്കാനും ദർശിക്കാനും അവിടെ സന്ദർശനം നടത്താനും തീർത്ഥാടനം നടത്താനും ഒക്കെ നമ്മൾ ബാധ്യതയുള്ളവരാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ഗുരുത്വമുള്ളവരായി മാറൂ. നമ്മളിലെ ഗുരുത്വം പോഷിപ്പിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ഭഗവാന്റെ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് അനവധി പ്രാവശ്യം നമ്മൾ തീർത്ഥാടനം നടത്തിക്കൊള്ളുക. സർവ്വ ദുഃഖ ദുരിത മോചനത്തിനും പാപമോചനത്തിനും, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളോ ദുരിതങ്ങളോ സങ്കടങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ, രോഗങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ഭഗവാന്റെ ഈ ഈശ്വര സങ്കേതങ്ങളുടെ ദർശനവും പ്രാർത്ഥനയും ഉപാസനയുമാണെന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അത് ആവർത്തിച്ച് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്, നിങ്ങളത് ചെയ്യേണ്ടതായിട്ടുമുണ്ട് എന്ന് മാത്രം പറയുകയാണ്. അങ്ങനെ നമ്മൾ ഇപ്പോഴ് ഇത്രയും ഭാഗങ്ങൾ കൂടി കടന്നു പോയിരിക്കുന്നു. ഞാനൊന്ന് ചൊല്ലാം. അത് കോമ ഇട്ട് നിങ്ങൾ നിർത്തണം, എങ്കിലേ നിങ്ങൾക്ക് ഇത് വായിച്ചു പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്കിത് വായിക്കുന്നതിന് ശകലം തടസ്സം ഉണ്ടാകും. ആദ്യത്തെ ശ്ലോകം ഞാനൊന്ന് വായിക്കാം. കാളിനാടകത്തിന്റെ ആദ്യത്തെ ശ്ലോകം. നമോ നാദബിന്ദുആത്മികേ നാശഹീനേ നമോ നാരദാദിഡ്യ പാദാരവിന്ദേ നമോ നാൻമറയ്ക്കും മണിപ്പും വിളക്കേ നമോ നാൻമുഖാദി പ്രിയാംബാ നമസ്തേ. ഞാൻ ഈ നിർത്തുന്നിടത്തൊക്കെ ഒരു കോമായിട്ടുള്ളൂ. നിങ്ങൾ സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും മുതാ സംഹരിച്ചും രസിച്ചും രമിച്ചും കളിച്ചും
പുളച്ചും മഹാഘോരഘോരം വിളിച്ചും മമാനന്ദദേശേ വസിച്ചും തെളിഞ്ഞും പറഞ്ഞും തുളുമ്പും പ്രപഞ്ചം തുളഞ്ഞുള്ളിൽ എള്ളോളം ഉള്ളായിരുന്നും. അവിടെയൊക്കെ നിങ്ങൾ പദം മുറിച്ച് വാക്കുകളെ സ്വാതന്ത്ര്യത്തിൽ എത്തിക്കണം. ഒരുമിച്ച് പോകുന്ന വാക്കുകളാണ്. അതിനെ മുറിച്ച് ആ ഓരോ വാക്കുകളെയും നിങ്ങൾ സ്വതന്ത്ര വാക്കുകളാക്കി മാറ്റിയെടുത്തോണം. തുളഞ്ഞ് ഉള്ളിൽ എള്ളോളം ഉള്ളായിരുന്നും തിരിഞ്ഞും പിരിഞ്ഞും മഹാനന്ദധാരാം ചൊരിഞ്ഞും പദാംഭോജ ഭക്തർക്ക് നിത്യം വരുന്നോര് തുമ്പങ്ങൾ എല്ലാമറിഞ്ഞും കരിഞ്ഞിടുമാറ് ആവിരാതങ്ക കരിഞ്ഞിടുമാറ് ആവിരാതങ്ക ബീജം കുറഞ്ഞോരു നേരം നനയ്ക്കുന്ന ഭക്തർക്ക് അറിഞ്ഞില്ല മറ്റുള്ള കൈവല്യരൂപം. നിറഞ്ഞങ്ങനെ വിശ്വമെല്ലാം ഒരുപോലെ അറം ചെറ്റുമില്ലാതെ വാണും ചിരന്നാൾ കഴിഞ്ഞാലും ഇല്ലോരു നാശം കുറഞ്ഞൊന്ന് അറിഞ്ഞീടരായി ഇന്നഹോ ഘോരരൂപം മറഞ്ഞിടുമോ വിശ്വമെല്ലാം ഇതെന്ന് ഓർത്തറിഞ്ഞിടുവാൻ മറഞ്ഞിടുമോ വിശ്വമെല്ലാം ഇതെന്ന് ഓർത്ത് അറിഞ്ഞിടുവാൻ ശക്തരാരുള്ളു ലോകേ. മഹാദിവ്യദേവേശ ഗൗരീശ ശംഭോ മഹാമായ നിൻ വൈഭവം ചിന്തനീയം. അടിക്കുള്ളു തോണ്ടിപ്പറിച്ച് അമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്ക് ഇങ്ങ് അടക്കം കൊടുപ്പാൻ ഇടം പറ്റിരിക്കും. ജടയ്ക്ക് അമ്പിളിത്തെല്ലും മന്ദാകിനിക്കിങ്ങ് അടക്കം കൊടുപ്പാനിടം പെട്ടിരിക്കും. ജടയ്ക്ക് അമ്പിളിത്തെല്ലും എല്ലും വിലോല ചലദ്ഭംഗ മന്ദാര മാണിക്യ മാലാവിലയ്ക്ക് വിലോല ചലദ്ഭംഗ മന്ദാര മാണിക്യമാലാ വിലയ്ക്ക് അപ്പുറത്തുള്ള രത്നം പതിച്ചും ഉജ്ജ്വലിച്ച ഉത്തരംഗീകൃതം പൊൻകിരീടം പരം പഞ്ചമിചന്ദ്രനും തോറ്റുപോയി തിരയ്ക്കപ്പുറം കുറ്റമില്ലെന്നു തേറി തിറം വിട്ടു കപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ വീണാഴി ഏഴാം വീണ സപ്തസാഗരങ്ങളും 7 ആഴികളും വീണാഴി ഏഴാം അരഞ്ഞാണ് അരയ്ക്കന്നഹം ചാർത്തും ഉർവീമണാളൻ മഹാദേവനും ബ്രഹ്മനും മുൻപരായോരഹോ മായയിൽപ്പെട്ടിരിക്കുന്നു ചിത്രം. അങ്ങനെ നിങ്ങൾ മുറിച്ചു ചൊല്ലുമ്പോഴാണ് നിങ്ങൾക്ക് ആശയം ഒന്നുകൂടെ വ്യക്തമായി കിട്ടുക. മഹാത്മാക്കളായുള്ളവർക്കും നിനച്ചാൽ മഹാമായ നിൻവൈഭവം കിന്തരണ്യം. അലങ്കന്റെ പൂവില്ലിന് അല്ലൽപ്പെടുത്തും കുനുച്ചില്ലിവല്ലി കുനു എന്നെഴുതിയിട്ട് കുനു കോമായിട്ടിട്ട് ചില്ലിവല്ലി എന്നാക്കിയാലും മതി. ചില്ലിവല്ലി കൊടിത്തല്ല് തെല്ലിഞ്ഞ് അനങ്കനും അംഗത്തിലേറ്റാൽ ഒഴിച്ചൂട അനങ്ങാതെ പോയങ്ങടങ്ങുന്നതേ. നൽപദത്താർ ഭജിക്കുന്നവർക്കുള്ള ഒരത്തൽ ഭജിക്കുന്നവർക്കുള്ള ഒരത്തൽ
പദത്തെ കെടുപ്പാനതേ കെടുപ്പാനതേ ചില്ലി രണ്ടും വശത്താക്കി വച്ചപ്പോഴും മിന്നി മിന്നുന്നതും കണ്ണിണ പങ്കജ പൂവിലോലും കൃപത്തേൻ കണക്കൺകണം മാരി ചേർത്ത് ആർത്തിപോക്കും കടക്കണ്ണു രണ്ടിങ്കലും വിമ്മി വിമ്മി തിടുക്കന്നു പായുന്ന കല്ലോലിനിക്കും പടുത്തം കൊടുക്കുന്ന ഒരാനന്ദവാരി കടൽക്കക്കരെ പാദഭക്ത പ്രയുക്ത ശ്രുതം എന്ന് പറഞ്ഞാൽ കേട്ടത്. പാദഭക്ത പ്രയുക്തം, പാദഭക്തരുടെ പാദങ്ങളിൽ വന്നണയുന്ന ഭക്തന്മാരുടെ യുക്തമായ അർത്ഥനകളെ ശ്രവിക്കുന്നവൻ. സ്തോത്ര സംഗീത നൃത്തങ്ങളും തൃച്ചവി കൊണ്ട് നിൽക്കുന്ന കർണങ്ങളിൽ പൊന്മണിക്കുണ്ടലം കൊണ്ടാളിപ്പെട്ട് പൊങ്ങും കിണിക്കങ്കിതം ഗണ്ഡകണ്ണാടിയും നന്മണി ചെമ്പരത്തി പ്രസൂനം. ഇതെല്ലാം 3 വാക്കുകളാണ്. നമിക്കും മണിച്ചുണ്ട് രണ്ടിനും ഉള്ളായി വിളങ്ങും പളുങ്കൊത്ത പൽപ്പത്തി മുത്തുപ്പടത്തിന് ഇളിഭ്യം കൊടുക്കുന്നതിന് എന്തു ബന്ധം. കൃത്യമാണ് അർത്ഥം. ഇതിന്റെ അർത്ഥവും ആശയവും ഒക്കെ വളരെ കൃത്യമാണ്. വളച്ചുകെട്ടലുകളൊന്നുമില്ല. വളരെ നേരിട്ട് അർത്ഥം പറയുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഒന്നിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന വാക്കുകളെ നിങ്ങൾ ഭിന്നിപ്പിച്ച് പദച്ഛേദം ചെയ്ത് സ്വതന്ത്രമാക്കി എടുക്കണം. ആ വാക്കുകളെ ഭിന്നിപ്പിച്ച് സ്വതന്ത്രമാക്കി എടുത്തു കഴിഞ്ഞാൽ കൃത്യമായ അർത്ഥമാണ്. മുത്തുപ്പടത്തിന് ലഭ്യം കൊടുക്കുന്നതിനെന്തു ബന്ധം. തെളിഞ്ഞങ്ങനെ പൂർണ്ണചന്ദ്രനും അല്ലൽ കളങ്കം കൊടുക്കുന്ന എതിർ ദ്വന്ദ് ശോഭാങ്കുരം വക്ത്രബിംബം കരാളം ഉന്നത ശ്രീകരം ഘോര ദംഷ്ട്രാദ്വയം ഭീഷണീയം കരേ കങ്കണം കിങ്കിണീ സങ്കുലം കിങ്കരി ഭൂത വേതാള കുളീ പ്രവാഹം പറന്ന് അട്ടഹാസങ്ങൾ ഇട്ടിട്ട് കുന്തം കുടഞ്ഞുള്ള ശംഖം കൃപാണം കപാലം ഭടന്മാർ എതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം. കുടഞ്ഞുള്ള എന്നുള്ളത് കടഞ്ഞുള്ള സംഘം. അട്ടഹാസങ്ങൾ ഇട്ടിട്ട് കുന്തം കുടഞ്ഞുള്ള. അവിടെ അങ്ങനെയാണെങ്കിലും എങ്ങനെ വേണേലും വായിച്ചു. കടഞ്ഞാലും കുടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ചേച്ചി. എന്റെ കയ്യിരിക്കുന്ന പുസ്തകത്തിൽ കുടഞ്ഞാണ്. കുന്തം കുടഞ്ഞുള്ള ശംഖം കൃപാണം കപാലം. കുന്തം കുടയുകയല്ലേ ചെയ്യുന്നത്, കടയുകയല്ലല്ലോ. കയ്യിലിരിക്കുന്ന കുന്തം ഇങ്ങനെ കുടയുകയല്ലേ ചെയ്യുക. കടയുക എന്ന് പറഞ്ഞാൽ കടഞ്ഞെടുക്കുക, വാർത്തെടുക്കുക എന്നുള്ളതല്ലേ.
കുടഞ്ഞുള്ള ശംഖം കൃപാണം കപാലം ഭടന്മാർ എതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം. പിന്നെ കടഞ്ഞെന്നായാലും കുഴപ്പമൊന്നുമില്ല ചേച്ചി, വാക്കുകളുടെ അക്ഷരങ്ങളിൽ ഇച്ചിരി വ്യത്യാസമൊക്കെ വന്നിട്ട് നമ്മൾ അതിനെല്ലാം ശംഖ് സ്ത്രീകളുടെ കഴുത്തിനെ വർണ്ണിക്കുന്നുണ്ടല്ലോ, കടഞ്ഞ ശംഖ് പോലെ. അതെന്തിനാ കടഞ്ഞ ശംഖ് ഇവിടെ പറയുന്നില്ല? ഇവിടെ ആയുധത്തെ കുറിച്ചല്ലേ പറയുന്നത്, ശംഖിനെ കുറിച്ചല്ലല്ലോ പറയുന്നത്. ഇവിടെ കിങ്കിരി ഭൂത വേതാള ഗൂളീ പ്രവാഹം, അവിടെ വളരെ സംഘർഷാത്മക ഒരു അന്തരീക്ഷം വന്നിരിക്കുകയാണ്. അവിടെ വേതാളങ്ങളും കിങ്കരന്മാരും എല്ലാം കൂടെ അവരുടെ ഒരു പ്രവാഹം, അവരെല്ലാം കൂടെ ആർത്തലിച്ച് വരികയാണ്. പറഞ്ഞ അട്ടഹാസങ്ങളിട്ട് നൃത്തം, കുന്തം കുടഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. കുന്തം ഇങ്ങനെ കുടഞ്ഞുകൊണ്ട് കുത്തിക്കൊല്ലാൻ ചെല്ലുകയാണ്. അപ്പൊ കുടയുകയാണ്, കടയുകയല്ല. കുടഞ്ഞ് കൃപാണം കപാലം ഭടന്മാരെതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം. പിന്നീട് സിംഹനാദത്തിനും ക്ഷീണമുണ്ടാം ഇടിക്കും പടുത്വം കൊടുക്കുന്ന പൊട്ടിച്ചിരിക്ക് എട്ടുദിക്കും പൊടിക്കായി കൊടുക്കും കടുംപന്ത് കൊങ്കത്തടം താളമേളം പിടിച്ച് അമ്പരീജാലം സംഗീത നൃത്തം തുടിക്കിങ്കിണി വേണു വീണാപ്രയോഗം ചെവി കൊണ്ട് തങ്കക്കുടം കൊങ്കരണ്ടും കളം കുങ്കുമി പങ്കമാലേയലേപം പളുങ്കൊത്ത മുത്തുപ്പടം കൽപ്പവൃക്ഷത്തലം പൂങ്കുലയ്ക്കൊത്ത് കോർത്തിട്ടു കളങ്കാവിഹീനം കോർത്തിട്ടുമാല കളങ്കാവിഹീനം കലാപിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുക എന്നുള്ളതാണ് അതിന്റെ ഇവിടുത്തെ അർത്ഥം. കലാപിക്കുക, കൂട്ടിമുട്ടുക, തമ്മിലിടയുക. ഏതാനും അലങ്കാരബന്ധങ്ങളും മറ്റുമുള്ളോരെല്ലാം ശക്തരല്ലാരും ഓതാനിതൊന്നും. ഇത്രയും പോലെ ഇന്ന്. ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റി വെക്കാം. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്റെ തല വിങ്ങുന്നു. നമ്മൾ ഇത്രയും സൂക്ഷ്മമായിട്ട് പറയുമ്പോൾ നമുക്ക് അത്രയും കുഴപ്പങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഓടിച്ചങ്ങ് പോയാൽ ഇത്രയും നമുക്ക് തലവേദന ഉണ്ടാവത്തില്ല. ഇത് നിങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാന്? അനങ്കന്റെ തൂണീരം, കാമദേവന്റെ തൂണീരം എന്ന് പറയുന്നത് എന്താ? തൂണീരം അമ്പ്. അനങ്കന്റെ അമ്പെന്ന് പറയുന്നത് പൂവമ്പാണല്ലോ, പൂവമ്പാണ്. തുണീരം എന്ന് വെച്ചാൽ അമ്പാണ്. അനങ്കന്റെ പൂവില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പൂവമ്പാണ്. അനങ്കന്റെ പൂവൽ അത് ഇതാവും. അനങ്കൻ എന്ന് പറഞ്ഞാൽ അംഗമില്ലാത്തവൻ, അംഗം നശിച്ചവൻ. ശ്രീപാർവതിയും പരമേശ്വരനും കൂടെ പിന്നെ ധ്യാനനിരതനായി തപസ്സിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് തപസ് മുടക്കാനായിട്ട് ദേവന്മാര് കാമദേവനെ പറഞ്ഞു വിട്ടു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഭഗവാൻ ഇങ്ങനെ തപസ്സിലേക്ക് നൂറ്റാണ്ടുകൾ ഇങ്ങനെ തപസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ സംഹാര രൂപിയായിരിക്കുന്ന ഭഗവാൻ കാലകാല സ്വരൂപനാണ്. അപ്പോൾ കാലം നിലച്ചു പോകും. സംഹാരം എന്നുവെച്ചാൽ മരണം നടക്കണമല്ലോ, ലോകം നിലനിൽക്കണമെങ്കിൽ മരണം നടക്കണമല്ലോ. അപ്പം ഭഗവാൻ അങ്ങനെ പോകാൻ പാടില്ല, തപസ് വിട്ടുണരണം എന്ന് പറഞ്ഞുകൊണ്ട് തപസ് മുടക്കുന്നതിനായിട്ട് ആരെ പറഞ്ഞു വിട്ടു? കാമദേവനെ പറഞ്ഞു വിട്ടു. അന്ന് കാമദേവന് ശരീരം ഉണ്ടായിരുന്നു, വളരെ മനോഹരമായ സൗന്ദര്യമുള്ള, ആരും കണ്ടാൽ ആകർഷിക്കുന്ന, ആരെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ളതായ ഒരു ശരീരത്തിനുടമയായിരുന്നു കാമദേവൻ. അപ്പൊ കാമദേവൻ ചെന്നു, തപസ് മുടങ്ങി. പക്ഷെ തപസ് മുടങ്ങിയപ്പോൾ ഭഗവാനും ഭഗവതിയും കോപിഷ്ഠരായി, ശപിച്ചു. എങ്ങനെയാണ്? നിന്റെ ഇത്രമാത്രം ആകർഷകമായ സൗന്ദര്യമുള്ള ഈ ശരീരം നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാമദേവന്റെ ശരീരത്തെ ചുട്ട് ചാമ്പലാക്കി, തൃക്കണ്ണ് തുറന്നു, ചുട്ട് ചാമ്പലാക്കി. അങ്ങനെ കാമദേവൻ ശരീരമില്ലാത്തവനായി മാറി. അതാണ് നമ്മുടെ അതിന്റെ പുരാണത്തിൽ പറയുന്ന കഥ. അപ്പം അന്ന് വരെ ഈ പൂവം പെയ്തുകൊണ്ടാണ് എല്ലാവരുടെയും തപസ് മുടക്കുകയും പിന്നെ മനുഷ്യരെ
ദേവന്മാരെയും വഴിതെറ്റിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ കാമദേവന്റെ അമ്പുകളായിരുന്നു. അതാണ് നമ്മുടെ വിശ്വാസവും പുരാണങ്ങളിലും പറയുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശ്രീനാരായണ ഗുരുദേവന്റെ ഭക്തിയുടെ ലോകം ഭാരതത്തിൻ്റെ എല്ലാ വിശ്വാസ സങ്കല്പങ്ങളെയും സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു സങ്കല്പമായിരുന്നു ഗുരുവിൻ്റെതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ യുക്തിചിന്തയ്ക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് വിപ്ലവകരമായ ചിന്തകൾക്കൊന്നും യാതൊരു സ്ഥാനവും ഭഗവാന്റെ ഭക്തിയിലില്ല. വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും പുരാണങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും ബ്രഹ്മവിദ്യയുടെയും ശിവസംഹിതയുടെയും ഒക്കെ ലോകം ഭഗവാൻ രൂപാന്തരപ്പെട്ടു വന്ന ലോകമാണ്. ഭഗവാൻ ഈ വഴികളിലൂടെ കടന്നു തന്നെയാണ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നതായ ശ്രീനാരായണ ഗുരുവായി അവതരിച്ചത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗുരുദേവൻ ഒരു സുപ്രഭാതത്തിൽ, നമ്മളൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന കാവിയിട്ട് ജടയും വളർത്തി നടക്കുന്ന സന്യാസിമാര് കാണുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു സന്യാസിയാണോ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കാവിയും ജടയും സന്യാസരൂപവും ആർജിക്കുന്നതിന് മുമ്പ് മഹാഗുരു കടന്നു പോയിട്ടുള്ള താപത്തിന്റെയും തപസ്സിന്റെയും പ്രാർത്ഥനയുടെയും ഉപാസനയുടെയും രാജകർമ്മ ഹഠ യോഗ ജീവിതത്തിന്റെയും ഒക്കെ ഒരു വലിയ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അത് വിസ്മരിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ പൂർണ്ണ സ്വരൂപം അതാവത്തില്ല. ഒരു ഭാഗികമായ ഒരു സ്വരൂപം മാത്രമേ നമ്മളിപ്പോൾ കാണുന്നുള്ളൂ. ഭഗവാൻ അരുവിപ്പുറത്ത് വരുന്നതിന് മുമ്പ്, അരുവിപ്പുറത്ത് തൻ്റെ അവധൂത ജീവിതത്തിലൂടെ, തപസ്സിന്റെ ജീവിതത്തിലൂടെ അവധൂതനായിട്ട് ഈ ഋഷി സങ്കേതങ്ങളും പുണ്യസങ്കേതങ്ങളും സിദ്ധസങ്കേതങ്ങളും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ കാലഘട്ടത്തിൽ ഭഗവാൻ കടന്നു പോയിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഉപാസനകൾ നമുക്കറിയില്ല. അത് ഓർക്കാനാണ് ഈ സ്തോത്ര കൃതികളും ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ദർശനമാലയും അതുപോലെ ദൈവദശകവും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഭാരതത്തിന്റെ ഋഷി പാരമ്പര്യം ഏതെല്ലാം വഴികളിലൂടെ കടന്നു പോയിട്ടുണ്ടോ ആ വഴികളിലൂടെ എല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ കടന്നു പോയിട്ടുള്ള യോഗിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളണം. അപ്പോഴേ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്, നമ്മൾ ഈ ക്ലാസ് നമ്മുടെ യൂട്യൂബിലൊക്കെ എടുത്തിടുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളെ പോലെയുള്ള പഠിതാക്കൾക്ക് അത് ആവർത്തിച്ച് കേൾക്കാനും ആ ഗുരുവിന്റെ വചനങ്ങളിലേക്ക് ജനങ്ങളെ എത്തിക്കാനുമുള്ള ഒരു ഉപകരണമായിട്ട് നിങ്ങൾ അതിനെ ഉപയോഗിക്കണം. ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങളുടെ അർത്ഥങ്ങളിലേക്കും ലോകത്തേക്കും കടന്നു പോകാൻ സാധാരണ ജനങ്ങളെ കടത്തിവിടാനുള്ള ഒരു മാർഗമായിട്ട് നിങ്ങൾ ഈ സംഭാഷണങ്ങളെ ഉപയോഗിക്കണം. അപ്പോഴെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശബ്ദങ്ങൾ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇത് മറ്റാൾക്കാരിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം. ആൾക്കാരിലേക്ക് പകർന്നു കൊടുക്കണം. നമ്മുടെ ഈ യൂട്യൂബ് ചാനലുകൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതിന്റെ ലിങ്ക് ഒക്കെ എടുത്ത് നിങ്ങൾ പകർന്നു കൊടുക്കണം. അത് കേൾക്കണം, നിങ്ങൾ കേൾക്കണം, ആവർത്തിച്ച് കേൾക്കണം. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. ആ സംശയങ്ങൾ തീർക്കാൻ എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ ചോദിച്ച് അറിഞ്ഞ് അന്വേഷിച്ച് തിരഞ്ഞു തേറുമ്പോൾ മാത്രമേ ഗുരുവിനെ കണ്ടെത്താൻ പറ്റൂ. ഗുരു ഇരിക്കുന്നത് മരുത്വാമലയുടെ മുകളിലാണെന്ന് ഓർക്കണം. ഇപ്പൊ നമുക്ക് മരുത്വാമലയിലൊക്കെ ചെല്ലാൻ എളുപ്പമാണ്. ആ മരുത്വാമലയിലൊക്കെ ഗുരുദേവൻ ഇരിക്കുന്ന കാലത്ത് അവിടെ ഹിംസ്ര ജന്തുക്കളും അതിന്റെ ചുറ്റും കൊടും വനവും ഒക്കെ ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? മഹാഗുരു ആ ഹിംസ്ര ജന്തുക്കളെയും ആ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്തുകൊണ്ടാണ് മരുത്വാമലയുടെ മണ്ടയിലും സഹ്യ സാനുക്കളിലും അഗസ്ത്യാർ മലകളിലും ഒക്കെ പോയി തപസ് ചെയ്തതും അവധൂത ജീവിതം നയിച്ചതും ഒക്കെ. ആ ഗുഹകളിൽ എത്തണമെങ്കിൽ അപ്രകാരമുള്ള ത്യാഗം നമ്മൾ സഹിക്കണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നമ്മുടെ ഇന്നത്തെ ഈ സത്സംഗവും ഇവിടെ സമാപിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.